നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ മോഡറേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോഡറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ബ്രദർ എന്നെ മോഡ് ചെയ്തോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടെ കേട്ടോ. ചോദ്യം ചോദിക്കാൻ 1 മിനിറ്റ്, അതിന് ഉത്തരം പറയാൻ 3 മിനിറ്റ്. വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ റിബട്ടലിനും 3 മിനിറ്റ്. അതല്ലേ വാര്യർ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യം, ഇപ്പൊ ആദ്യം വാര്യർ ചോദിക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന് നഹാസിന് 1 മിനിറ്റ്, അതിന് ഉത്തരം പറയാനായിട്ട് വാര്യറിന് 3 മിനിറ്റ്. യെസ്, അങ്ങനെ വരും. അതിന് ഉത്തരം പറയാൻ വാര്യറിന് 3 മിനിറ്റ്, അതിന്റെ റിബട്ടലിന് വേണ്ടിയിട്ട് നഹാസിന് 3 മിനിറ്റ്. ഇതല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാര്യർ ബ്രദറിന്റെ 1 മിനിറ്റ് സ്റ്റാർട്ട്. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം ആര് എന്നുള്ളതാണ്. ഖുറാനിൽ നിന്നുള്ള വിഷയം നഹാസ് സംസാരിക്കുന്നതുകൊണ്ട്, എൻ്റെ എതിർ സംവാദകൻ സംസാരിക്കുന്നതുകൊണ്ട്, ഖുറാൻ്റെ സൂറ 23:14 പറയുന്നു, അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു സൃഷ്ടാക്കളിൽ വച്ച് ഉത്തമനാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സൃഷ്ടാക്കളിൽ ഉത്തമൻ എന്ന് തീരുമാനിച്ചത് ആരാണ്? സൃഷ്ടാക്കളിലെ ഉത്തമൻ എന്ന് പറയുമ്പോൾ മറ്റനേകം സൃഷ്ടാക്കളുണ്ട്. ഈ സൃഷ്ടാക്കൾ ആരൊക്കെയാണ്? ഓക്കെ. ഇനി അടുത്തത്, ഈ സൃഷ്ടിയുടെ മത്സരം നടന്നിട്ടുണ്ടാവും, അങ്ങനെയാണല്ലോ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സൃഷ്ടികൾ ഏതൊക്കെ? നാലാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ മറ്റ് സൃഷ്ടികളും ഇതുമെല്ലാം നടന്നിട്ടുണ്ട്, ഈ സൃഷ്ടിയുടെ മത്സരം നടന്നത് എവിടെ? അപ്പം ഇത് 4ഉമാണ് ഞാൻ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം. എൻ്റെ ചോദ്യങ്ങളും ഇവയാണ്, ഇവയ്ക്കുള്ള മറുപടിയാണ് വേണ്ടത്. ഓക്കെ, 1 മിനിറ്റ്. നഹാസിന്റെ 3 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. 1 മിനിറ്റ്. ഓക്കെ, നഹാസിന്റെ ടൈം 3 മിനിറ്റ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നു. തുടങ്ങിക്കോളൂ. ഓക്കെ. ഇവിടെ എന്താ, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആകുന്നു എന്ന് പറയുന്നുണ്ട്. സൃഷ്ടാക്കൾ ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടല്ലോ. അള്ളാഹു തന്നെ സൃഷ്ടിച്ച മനുഷ്യരെ ചില പരിധിക്കുള്ളിൽ നിന്ന് സൃഷ്ടിക്കാനുള്ള അവകാശവും അനുഗ്രഹവും കൊടുത്തിട്ടാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒഴികെയുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവിടെ ഒരിക്കലും അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടാക്കളിൽ നിന്ന് ഒരിക്കലും അള്ളാഹുവോളം സൃഷ്ടി നടത്താൻ കഴിവുള്ളവരല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഖുർആൻ വെക്കുന്നത്. അതായത് ഒരു സൃഷ്ടി നടത്താൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള പൂർണ്ണത കൊടുക്കാൻ, വിവിധ കാര്യങ്ങളിൽ പൂർണ്ണത കൊടുക്കാൻ, ആ പൂർണ്ണതയിൽ ഉരുത്തിരിയുന്ന സൃഷ്ടി നടത്താൻ, ഇപ്പോൾ ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഇതിലെല്ലാം അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവർക്ക് ചില മരുന്നുകളെ സൃഷ്ടിക്കാൻ പറ്റും. മെഡിക്കൽ ഫീൽഡിൽ അവർക്ക് ചില മരുന്നുകൾ സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മരുന്നുകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ അവർ സൃഷ്ടാവിന്റെ ഗണത്തിൽ വരുന്നുണ്ട്. അതിന് കാരണക്കാരൻ അവർക്ക് ബുദ്ധി കൊടുത്ത ദൈവം തന്നെയാണ്. ഒരിക്കലും ഈ മരുന്ന് സൃഷ്ടിച്ച് ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നിവാരണം നടത്തിയെന്ന് കരുതിയിട്ട് ഉത്തമനായ ഈ മരുന്ന് സൃഷ്ടിച്ച മനുഷ്യന്റെ ബുദ്ധിയെ സൃഷ്ടിച്ച അള്ളാഹുവിനൊപ്പം ആകത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സൃഷ്ടികർത്താവായ സൃഷ്ടാവുമായിട്ടുള്ള വ്യത്യാസം ഖുർആൻ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വീട് നിർമ്മിക്കുക, അതിനെയൊക്കെ നിർമ്മാതാക്കൾ എന്ന് തന്നെയാണ് പറയുന്നത്, സൃഷ്ടിക്കുന്നത് തന്നെയാണെന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ, ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ സൃഷ്ടിക്കുന്നതാണ്. അവൻ അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് എടുത്ത് പുതിയ സൃഷ്ടികൾ നടത്തുന്നുണ്ട് എന്നതിനപ്പുറം അള്ളാഹുവിനെ പോലെ ശൂന്യതയിൽ നിന്ന് ഒരു സൃഷ്ടി നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെയാണ് സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനും മറ്റു സൃഷ്ടാക്കളെ സൃഷ്ടിച്ചത് തന്നെ ഈ അള്ളാഹുവായിട്ട് മാറുന്നതും അത് ഖുർആൻ അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉള്ളതിൽ നിന്ന് എടുത്ത് സൃഷ്ടിക്കുന്നവരെ സൃഷ്ടാവിനോളം സമന്മാരാക്കുന്ന നമ്മുടെ ബുദ്ധി, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്നവരുടെ ബുദ്ധിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഖുർആനിക ആയത്തുകളെ നിങ്ങൾക്ക് ഒരു തരത്തിലും ഖണ്ഡിക്കാൻ പറ്റത്തില്ല. അതിനെ ഇതുപോലെയുള്ള വിമർശനങ്ങൾക്ക്
എന്താ മുന്നിലേക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. ഇവിടെ കൃത്യമായിട്ട് സൃഷ്ടാക്കളുണ്ട്, മനുഷ്യരിൽ സൃഷ്ടാക്കളുണ്ടെന്നുള്ള ബോധനം നൽകുന്നു. അത് സത്യമാണ്. ആ സൃഷ്ടാക്കൾ ഒരിക്കലും ദൈവത്തിന്റെ സൃഷ്ടിയോളം സൃഷ്ടിപ്പ് നടത്താൻ യോഗ്യരല്ല എന്നുള്ളതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഈ രണ്ട് സത്യങ്ങളും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും സത്യമെന്ന് തന്നെ ബോധ്യമാകുന്ന തരത്തിലുള്ള വചനങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ. ഓക്കെ, റീബട്ടലിനുള്ള സമയം വാര്യറിന് സ്റ്റാർട്ട് ആവുന്നു. യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഓക്കെ, സോ മൈ ഫസ്റ്റ് റിബട്ടൽ, 3 minutes. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റിബട്ടലാണ്. ഇവിടെ എൻ്റെ ചോദ്യം എന്തായിരുന്നു? നഹാസ് പറഞ്ഞ കാര്യം എന്താണ്? നഹാസ് പറയുന്നത് അനേകം സൃഷ്ടാക്കൾ ഉണ്ടല്ലോ, അത് തന്നെയല്ലേ സഹോദരൻ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒന്നാമത് തന്നെ നഹാസ് സമ്മതിക്കുകയാണ്, ഇവരുടെ പണ്ഡിതന്മാരും ഇവരും ഏക സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് നഹാസ് ഇവിടെ ഉത്തരം പറഞ്ഞത്. വളരെ മനോഹരമായി നഹാസ് പറഞ്ഞു, മറ്റനേകം സൃഷ്ടാക്കളുണ്ട്, മനുഷ്യരിൽ ചിലരൊക്കെ സൃഷ്ടിക്കാൻ കഴിവോടെയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്, പിന്നെ അള്ളാഹു ഒഴികെ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണെന്നും കൂടെ പറയണം. അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ, പിന്നെ മരുന്നുകൾ, അനേകം മരുന്ന് കമ്പനികൾ മരുന്ന് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശുദ്ധമായ നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ വിവരക്കേട് കൊണ്ടാണോ അതോ ഇനി മനഃപൂർവ്വം ഉത്തരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണോ എന്നറിയില്ല. എന്നിരുന്നാലും അല്പം വാവള്ളി വരപൂജ്യം ഇതിനു വേണ്ടിയിട്ട് ആർജിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മരുന്ന് സൃഷ്ടിക്കുകയല്ല, മരുന്ന് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മരുന്ന് കണ്ടെത്തുകയും അത് നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്തത് ബുദ്ധി കൊടുത്ത ദൈവം, ഇതിനെ സൃഷ്ടിക്കാൻ വേണ്ടി ബുദ്ധി കൊടുത്ത ദൈവം എന്ന് പറഞ്ഞു. അതിന് ഖുറാനിലൊരു തെളിവ് തരണം, ഇവർക്ക് സൃഷ്ടിക്കാൻ ബുദ്ധി മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അടുത്തത് പറഞ്ഞത് സൃഷ്ടികളും സൃഷ്ടികർത്താവ്, ഇവരെല്ലാം സൃഷ്ടികളാണ്, പിന്നെ മറ്റേത് സൃഷ്ടികർത്താവാണ്. വീട് നിർമ്മിക്കുന്നത് സൃഷ്ടികർത്താവാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അടുത്തത് പറയുന്നു അള്ളാഹുവിനെ പോലെ ശൂന്യതയിൽ നിന്ന് ഇവർ സൃഷ്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടാക്കളിൽ വെച്ച് ഉത്തമനായതെന്ന് പറഞ്ഞു. അപ്പോൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് സൃഷ്ടാക്കളിൽ വെച്ച് ഉത്തമൻ എന്നുള്ളതിന് ഒരു തെളിവ് എവിടെയെങ്കിലും ഹാജരാക്കണം. അടുത്തതായി പറയുന്നു മനുഷ്യരിൽ സൃഷ്ടാക്കളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം, മനുഷ്യരിലും സൃഷ്ടാക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഏക സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് നിങ്ങളും നിങ്ങളുടെ പണ്ഡിതന്മാരും പറഞ്ഞു നടക്കുന്നത് തെറ്റാണെന്ന് നഹാസ് ഇവിടെ സമ്മതിക്കുകയല്ലേ? ഇനി എൻ്റെ റിബട്ടലിനോട് ചേർന്നുള്ള അടുത്തൊരു ചോദ്യം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് മനോഹരമായി നഹാസ് മറുപടി പറഞ്ഞു. അടുത്ത ഒരു ചോദ്യം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനിയും അള്ളാഹു ആണ് നിങ്ങൾ ഈ പറഞ്ഞ സൃഷ്ടാക്കളിലെ ഉത്തമനെങ്കിൽ, മറ്റ് ചോദ്യങ്ങൾ ഞാനങ്ങ് മായ്ച്ചു കളയാണ്. സൃഷ്ടാക്കളിലെ ഉത്തമനെങ്കിൽ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആകാശമോ ഭൂമിയോ? എനിക്ക് ബ്രദറെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കായിരുന്നോ സഹോദരന്മാരെ? കേൾക്കായിരുന്നു. 30 seconds മോർ ഉണ്ട്, വേണോ? ഇല്ല, ഞാൻ ചോദ്യം ചോദിച്ചാണ് നിർത്തി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ 1 മിനിറ്റത്തെ ചോദ്യം കഴിഞ്ഞു. അതിന് 3 മിനിറ്റ് ഉത്തരം നഹാസ് ചെയ്തു, 3 മിനിറ്റ് റീബട്ടിൽ കൊടുത്തു. ഇനി നഹാസിന്റെ ചോദ്യത്തിനുള്ള സമയമല്ലേ വാര്യർ ബ്രദറെ? അതെ, അല്ല, നഹാസിന്റെ ചോദ്യമല്ല, നഹാസിന് ഈ റിബട്ടലിനുള്ള മറുപടിയാണ്. അങ്ങനെ 4 റിബട്ടൽസ് ആണ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും വാരിയറിനുണ്ടോ സമയമുണ്ടോ? യെസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നഹാസിനുണ്ടോ? യെസ്. ഓക്കെ. ടോട്ടൽ 4 റിബട്ടൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ശേഷമാണ് വിൽ ഗോ ടു നഹാസിന്റെ ബൈബിൾ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ഞാനൊന്ന് ടൈം റീസെറ്റ് ചെയ്യട്ടെ. നഹാസിന്റെ രണ്ടാമത്തെ 3 മിനിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നഹാസെ സ്റ്റാർട്ട് ചെയ്തോളൂ. വാര്യർ ബ്രദർ കൊള്ളാലോ. ഇത് തന്നെയാണ് പറയുന്നതിന് അപ്പുറം ഒരു വ്യാഖ്യാനം നടത്തിയിട്ട് ഇവിടെ അവതരിപ്പിക്കുക. ഞാൻ പറഞ്ഞ സൃഷ്ടാവായ ദൈവത്തിന് ഇവിടെ എന്താണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹു എല്ലാ വസ്തുവിന്റെയും സൃഷ്ടാവാണ്. സൂറത്ത് സുമർ 39-ാം അധ്യായം 62-ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹു തന്നെയാണ് സൃഷ്ടാവായ ദൈവം. അള്ളാഹു തന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ചുറ്റുപാടിൽ നിന്നും അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് സൃഷ്ടിക്കാൻ പാകത്തിന്, പുതിയ വസ്തുക്കളെ സൃഷ്ടിക്കാൻ പാകത്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സൃഷ്ടിക്കാൻ പാകത്തിന് ചുറ്റുപാടുമുള്ളവയെല്ലാം ഒരുമിച്ച് കൂട്ടി സൃഷ്ടിക്കാനുള്ള ബുദ്ധി കൊടുത്തിരിക്കുന്ന അള്ളാഹു
അവനാണ് സകലം സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി നടക്കുന്നതെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചവയുടെ സൃഷ്ടി നടക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ചവയിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയവയിൽ നിന്ന് മാത്രമാണ് അള്ളാഹു അല്ലാത്ത സൃഷ്ടാക്കളുടെ സൃഷ്ടി നടത്തുന്നത്. അതിന്റെ അർത്ഥം ഒരിക്കലും നിങ്ങൾ ഈ ദൈവികത കൊണ്ട് കൊടുത്തിട്ട് ഈ സൃഷ്ടാക്കൾക്ക് ദൈവികത കൊണ്ട് കൊടുക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല. അവിടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ ചുറ്റുപാടിൽ നിന്നും പുതിയ വസ്തുക്കളെ സൃഷ്ടിച്ച് ഒരുക്കാൻ പാകത്തിനാണ്. എന്നാലേ മനുഷ്യന്റെ ബുദ്ധിയെ സൃഷ്ടിച്ചതിന് ഒരു പൂർണ്ണതയുണ്ടാകൂ. അതാണ് കൃത്യമായിട്ടുള്ളത്. അല്ലാണ്ട് ദൈവം എന്താണ് ദൈവത്തിന്റെ സർവജ്ഞാനവും സർവശക്തിയും ഒക്കെ പകരമാക്കിയിട്ട് കൊടുത്തിട്ടാണ് ഈ പുതിയ സൃഷ്ടികളെ നടത്തുന്നതെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ദൈവത്വമുള്ള സൃഷ്ടികർത്താവാണ് അള്ളാഹു. ആ സൃഷ്ടികർത്താവിന് ശൂന്യതയിൽ നിന്ന് സകലതും സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ഒരിക്കലും ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടാവായിട്ട് അള്ളാഹു ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതായത് ദൈവം മാത്രമേ ഉള്ളൂ സൃഷ്ടികർത്താവായിട്ട്. ഇത് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇത് മനസ്സിലാകാത്ത മട്ടില് എന്റെ വാക്കുകളെ വളച്ചൊടിച്ചിട്ട് അള്ളാഹുവിന് പുറമെ മറ്റു പല സൃഷ്ടാക്കളും ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞാല് അത് ഒരിക്കലും എനിക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, സൃഷ്ടാവായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടി നടക്കുന്നത് ഒന്നുമില്ലായ്മയെന്ന് കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം എന്തും സൃഷ്ടിക്കാനുള്ള ശേഷി അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ചുറ്റുപാടിൽ നിന്നും അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ സാഹചര്യം ഉപയോഗിച്ചിട്ട് അത് എന്തെങ്കിലും സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരിലൂടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നത്. അതും ദൈവികമായിട്ടുള്ള സൃഷ്ടിയിലും രണ്ടും താരതമ്യം ചെയ്താൽ ഒരു ബന്ധവും ഉണ്ടാകില്ല. ഈ രണ്ടിലും അള്ളാഹുവിന്റെ യഥാർത്ഥ ഉദ്ദേശമാണ് നടക്കുന്നത്. അതിനപ്പുറം മനുഷ്യ സൃഷ്ടിയിലോ മറ്റ് ഏതെങ്കിലും സൃഷ്ടാക്കളിൽ ദൈവമല്ലാത്തത് എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുകയോ സൃഷ്ടി നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് ദൈവമായിട്ട് ബന്ധമില്ല എന്നല്ല, ദൈവം തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരായിട്ട് വരുന്നത്. ഒരു ചെയിൻ പോലെ അള്ളാഹു സൃഷ്ടികളിൽ നടത്തി ആ സൃഷ്ടികളിലൂടെ മറ്റ് സൃഷ്ടികളും നടത്തുന്നുണ്ട്. ഇവിടെ മരുന്ന് നിർമ്മാണവും സൃഷ്ടിയും ഇതെന്താണ് ഈ രണ്ട് മലയാളം വാക്കിന്റെയും അർത്ഥത്തിനെ നിങ്ങൾ വേർതിരിച്ച് കാണുന്നത്? മരുന്ന് നിർമ്മിക്കുക, പുതിയ കോമ്പൗണ്ടുകൾ. ഓക്കെ, സോറി, ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയണേ, ഞാൻ കേട്ടില്ല. ഞാൻ ഇത് കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടായിരുന്നു, കുറവാണ് പക്ഷെ കേൾക്കാം. ഓക്കെ, ഞാൻ സൗണ്ട് ഇച്ചിരി കൂട്ടി വെക്കാൻ പറ്റും. ഇപ്പൊ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. നഹാസിന് ഓഡിബിൾ ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇനി ശ്രദ്ധിച്ചോളാം. ഓക്കെ, കഴിഞ്ഞ കേട്ടില്ലായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ടൈം ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. ഇപ്പോ ബ്രദറെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എന്തായിരുന്നു? എൻ്റെ ചോദ്യത്തെ നഹാസ് അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. നഹാസ് കുറേ സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് പ്രാസം ഒപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആകാശമായിരുന്നോ ഭൂമിയായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ പ്രഥമ ചോദ്യം. അതിനെ നഹാസ് അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. പകരം നഹാസ് കുറേ സൃഷ്ടി ചേർത്ത് പറഞ്ഞെങ്കിൽ നഹാസിനേക്കാളും പ്രാസം ഒപ്പിച്ച് പറയാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. നഹാസ് പറയുന്നതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നഹാസ് പറഞ്ഞെങ്കിലാണ് സൃഷ്ടാവിനെ കണ്ടുകൊണ്ട് സൃഷ്ടിക്കുവാൻ ആരംഭിച്ചാൽ സൃഷ്ടിയാവില്ല എന്നുള്ളതും സൃഷ്ടിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ടായിരിക്കണമെന്നുള്ളതാണ്. ആയതിനാൽ സൃഷ്ടിയുടെ നിലയിൽ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടി എന്ന പോലെ തന്നെ നിന്നുകൊണ്ട് സൃഷ്ടാവിനെ മാത്രം നമസ്കരിച്ച് സൃഷ്ടാവിനെ വീണ് വണങ്ങി സൃഷ്ടാവിന് മീതെ ഭാവിക്കാതെ സൃഷ്ടിയാണെന്നും അത് ഒരിക്കലും സൃഷ്ടാവാകില്ലെന്നും സൃഷ്ടി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറയാനൊക്കെ ഞങ്ങൾക്കും പറ്റും. അതുകൊണ്ട് ഓരോ വാക്കിലല്ല, ഒരു സെൻറ്റൻസിൽ 16 സൃഷ്ടി കയറ്റിയിട്ട് വേണമെങ്കിലും സംസാരിക്കാൻ നഹാസ്. ആ പണിയും കൊണ്ട് നിൽക്കാതെ നഹാസിനോട് ചോദിച്ച ചോദ്യത്തെ നഹാസ് അഡ്രസ്സ് പോലും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നഹാസ് ഏക സൃഷ്ടാവ് അല്ലാഹു ആണ് എന്നുള്ള വാദത്തെ തള്ളിക്കളഞ്ഞു.
മനുഷ്യരുടെ ഇടയിലും സൃഷ്ടാക്കളുണ്ട് എന്ന് മനസ്സിലായി. സൃഷ്ടികളുടെ ഇടയിലും സൃഷ്ടാക്കളുണ്ട് എന്ന് നഹാസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു. അതേ തുടർന്നുള്ള സംസാരത്തിൽ നഹാസ് ഇപ്പോഴും ഈ പറയുന്ന പോലെ എനിക്കൊരു കമൻറ്റ് ഇഷ്ടപ്പെട്ടു. ശശി മേസ്തിരി ഒരു സൃഷ്ടാവ്, അപ്പുറത്തെ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന മൈക്കാട് ഒരു ചെറിയ സൃഷ്ടാവ്, സുമലത എന്ന് പറയുന്ന മറ്റേ മൈക്കാട് ഒരു കൊച്ചു സൃഷ്ടാവ് എന്നുള്ള നിലയിലാണ് നഹാസ് പറഞ്ഞു വെച്ചത്. ഇവയൊന്നും സൃഷ്ടിക്കുകയല്ല, നിർമ്മിക്കുകയാണ്. അവ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാള ഭാഷ അറിയില്ലെങ്കിൽ, അറബി ഭാഷ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വാക്കുകളുടെ വ്യാകരണങ്ങളുടെ ഉപയോഗം അറിയില്ലെങ്കിൽ നഹാസ് ദയവായി അത് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം അനേകം സൃഷ്ടാക്കളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുതന്നെയാണ് നഹാസും എടുത്തു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഏക സൃഷ്ടാവ് അല്ലാഹു ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കുന്നു? തെറ്റിപ്പോയിരിക്കുന്നു. തുടർന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇനിയെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആകാശമാണോ ഭൂമിയാണോ അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത്? ഇനിയും അതിനോട് ചേർന്ന് ഒരു ഉപചോദ്യം കൂടെ ചോദിക്കാൻ താല്പര്യപ്പെടുന്നു. അടുത്ത റിബട്ടലായതുകൊണ്ട് അല്ലാഹു എത്ര ദിവസം കൊണ്ടാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? തെളിവടക്കം പറയണം. 6 ദിവസമാണോ, 2 ദിവസമാണോ, 8 ദിവസമാണോ, അത് 11 ദിവസമാണോ എന്നത് പറയണം. കാര്യം ഇതെല്ലാം തെളിവുണ്ട്. ആകാശവും ഭൂമിയും 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് ഖുറാനിലെ 41:12 പറയുമ്പോൾ ആകാശവും ഭൂമി ഈ പറയുന്ന സാധനങ്ങളെല്ലാം സൃഷ്ടിച്ചത് 4 ദിവസം കൊണ്ടാണെന്ന് 41:10 പറയുന്നു. എന്നാൽ 2 ദിവസം കൊണ്ടാണ് ആകാശവും ഭൂമിയും 2 ദിവസം കൊണ്ട് നിർമ്മിച്ചവനെ നിങ്ങൾ ഇത് ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ട്, അല്ല, ഭൂമിയെ 2 ദിവസം കൊണ്ട് സൃഷ്ടിച്ചവനെ നിങ്ങൾ തള്ളിക്കളയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് 41:9 പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു എത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടി നടത്തിയത് എന്ന് പറയണം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോ വാരിയറിന്റെ റീബട്ടലിന്റെ ഈ സെഷനിലെ എല്ലാ റൗണ്ടും കഴിഞ്ഞു. ഇപ്പോ ഇതിന് ഉത്തരവും കൂടെ പറയാനുള്ള നഹാസിന് ഒരു 3 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നഹാസിന് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ഇപ്പോ വാരിയർ ചെയ്ത റീബട്ടലിന് റിപ്ലൈ ചെയ്യാനുള്ള എനിക്ക് കൺക്ലൂഷൻ ഉണ്ട് നഹാസ് പറഞ്ഞിട്ട്. നേരെ തിരിച്ചു അത് തന്നെയാണ്. ഓക്കെ, അതും 3 മിനിറ്റ് ആണോ? അത് 2 മിനിറ്റ്. ഓക്കെ, അത് ബ്രദറെ, ഇപ്പൊ എന്റെ ഉത്തരത്തിന് വീണ്ടും ഒരു എന്താണ് എന്തേലും പറഞ്ഞു വെച്ചാല് എനിക്കതിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണല്ലോ. അപ്പോ എന്റെ മറുപടിയോടുകൂടിയല്ലേ തീർക്കാനുള്ളത്. സോറി, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ മതി. അതുപോലെ മതി. ചോദ്യം താങ്കളുടെ ആയിരുന്നല്ലോ, സോ തിരിച്ചു അതുപോലെ തന്നെ മതി. ഈ 2 റൗണ്ട് മോഡറേറ്റർ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യത്തിന് മറുപടി പറയാൻ ഒന്ന് മോഡറേറ്റർ ഓർമ്മിപ്പിക്കണേ. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ഇച്ചിരി ടൈം ഫോക്കസ് ചെയ്യും. ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്, രണ്ടുപേരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ ജനറൽ ആയിട്ട് ഇപ്പൊ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ സൗണ്ട് കട്ടായി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാനത് ജനറൽ ആയിട്ട് ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. ഇപ്പൊ വാരിയർ ചോദിക്കുമ്പോൾ അതിന് പോയിന്റഡ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നഹാസ് ചോദിക്കുമ്പോഴും പോയിന്റഡ് ആയിട്ടുള്ള ആൻസർ, പരമാവധി നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുക. ഇത് ഇപ്പോ ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു 3 മിനിറ്റ് ആണ്. നഹാസിന്റെ ലാസ്റ്റ് റൗണ്ട് റെസ്പോൺസ് ആണ് റിബട്ടലിന്റെ. ഒരു മിനിറ്റ്. ഓക്കെ, നഹാസിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. യു ക്യാൻ ടേക്ക് യുവർ മൈക്ക്. ഓക്കെ, ഇവിടെ വാര്യർ ഞാൻ പറഞ്ഞു നിർത്തിയത് തന്നെ വാര്യർ തുടർന്നു കൊണ്ടുപോവുകയാണ് ചെയ്തത്. വാര്യറിന്റെ ഒരു നല്ല സമയം എന്റെ അവതരണ വൈകല്യത്തെ ചൂണ്ടിക്കാണിക്കാനാണ് എടുത്തത്. അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല, അത് അവതരിപ്പിച്ച് എന്നെ കാണിച്ചു. വാര്യർ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ നിങ്ങളെപ്പോലെ എല്ലാ റൂമുകളിലും പോയിട്ട് സംസാരിച്ച് മതം പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. എൻ്റെ ഒരു അറിവിനെ എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോ പാളിപ്പോകാം, ചിലപ്പോ അല്ലെ പാളിപ്പോയെങ്കിൽ തന്നെ എനിക്ക് വിഷമമില്ല. അത് ഞാൻ റെഫറൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാനും പറ്റും.
ഓക്കെ, പാളിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് റെഫറൻസ് എങ്കിലും നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ റിപ്ലൈ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ് എന്നുള്ളതിന് ഒരു റെഫറൻസ് ഞാൻ കൊടുത്തായിരുന്നു. അത് വാര്യർ കണ്ടില്ല എന്ന് തോന്നുന്നു. 6:101 വാര്യരുടെ എന്താണ് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും, അതായത് ആകാശങ്ങളെ ആദ്യവും ഭൂമിയെ രണ്ടാമതാക്കിയിട്ടും പറയുന്നുണ്ട്. മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനാണ്. അതായത് ദൈവത്തിന് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ ഒരു മാതൃകയില്ലായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇച്ഛപ്രകാരമാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ 13:16 കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് തന്നെ അവിടെ അതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആകാശം ആ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ പറയുക ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, പറയുക അള്ളാഹു ആണ് എന്നല്ലാതെ മറുപടി പറയുവാനാവില്ലല്ലോ. എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്ക് തന്നെ ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല അള്ളാഹുവിന് ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തിരിച്ചറിയാതിരിക്കുന്നുവോ? പറയുക അള്ളാഹു അത്രേ എല്ലാ വസ്തുവിന്റെയും സൃഷ്ടാവ്, വേറെ സൃഷ്ടാവേ ഇല്ല. അവൻ അത്രേ സർവാധികാരിയായിട്ടുള്ള ഏകനും. അതായത് അള്ളാഹു അല്ലാതെ വേറെ ഒരു സൃഷ്ടാവേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് സൃഷ്ടി നടത്താൻ അള്ളാഹു മാത്രം മതി, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന് പുറമെ എന്തുകൊണ്ടാണ് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് വന്നത്, അത് എന്തുദ്ദേശത്തിലാണ് വചനമായിട്ട് വന്നതെന്നുള്ളതാണ് ഞാൻ അവിടെ വിശദീകരിച്ചത്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായിട്ട് അള്ളാഹു മാത്രം മതി. അള്ളാഹു അത് പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ടില്ല. സൃഷ്ടാവായിട്ട് അള്ളാഹു മാത്രമാണെന്ന് തർപ്പിച്ച് പറയുന്ന ഖുർആൻ വചനമാണിത്. പിന്നെ പ്രപഞ്ച സൃഷ്ടി നടത്തിയത് പല പല ഘട്ടങ്ങളിൽ ഓരോ ദിവസത്തെ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പല കണക്കാക്കി എടുക്കാതെ ഒരു വചനത്തിൽ ഞാൻ പറഞ്ഞോളാം ബ്രദറെ, ഒരു ക്ലാരിഫിക്കേഷൻ എക്കി ബ്രദറിന്റെ ഭാഗത്തുനിന്ന് വേണം. ഞാൻ 2 റിബട്ടലേ നടത്തിയിട്ടുള്ളല്ലോ. അതെ, 4 റിബട്ടൽസ് ആണ്. 4 റിബട്ടൽസ് ഈച്ച് അല്ലേ നമ്മൾ പറഞ്ഞേ? നമ്മൾ സംസാരിച്ചത് ചോദ്യം 1, അതിന് ഉത്തരം 1, പിന്നെ ഈ 2 അല്ല, ചോദ്യം 1 അതിന് റിബട്ടല്, പിന്നെ 4 റിബട്ടൽ വെച്ചിട്ടാണ് ഞാൻ എഴുതി വെച്ചേക്കല്ലേ ഫ്രം ദി ബിഗിനിങ്. 4 റിബട്ടൽസ് ഈച്ച് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ്? ഒരു ചോദ്യം, അതിന് ഉത്തരം, അത് കൂടാതെ 4 റിബട്ടല്, 2 അതെ. അങ്ങനെയല്ല 4 റിബട്ടൽ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് 4 റിബട്ടൽ ഞാനിവിടെ ചെയ്യും. നഹാസ് ചോദ്യം ചോദിച്ച് നഹാസ് തുടങ്ങുമ്പോൾ 4 റിബട്ടൽ നഹാസ് ചെയ്യും. അങ്ങനെയാണ്. ഓ, ദാറ്റ്സ് ടു ലോങ് വാര്യറെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണ്ടേ? അങ്ങനെയാകുമ്പോ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? കാരണം ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ അപ്പോൾ ഏകദേശം അരമണിക്കൂർ വരും. അത്രയും ടൈം ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യന്റെ മുകളില് ഇപ്പൊ 4 റീബട്ടൽ ഓരോരുത്തർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആൻസർ പ്ലസ് ക്വസ്റ്റ്യൻ എല്ലാം കൂടെ 30 minutes 1 ക്വസ്റ്റ്യനിൽ പോകും. സോ യു നീഡ് ടു ഡിസൈഡ് ഹൗ മെനി ക്വസ്റ്റ്യൻസ് യു ആർ ഗോയിങ് ടു Okay, so one more. So we'll take one more. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചത് ടോട്ടൽ 4 2 ഈച്ച് എന്നുള്ളതായിരുന്നു. 2 കംപ്ലീറ്റ് ആവില്ല. ഞാൻ അതാണ് പിന്നെ വിചാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട് 2 അല്ലല്ലോ. സോ അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കി. സോ വി ഹാവ് റിട്ടൺ ഇറ്റ് 4. ഓക്കെ, 3 ഒരു റിബട്ടലും കൂടെ എടുക്കാം. 3 റിബട്ടൽസ് വെച്ചെടുക്കാം. അപ്പൊ അതിന് പിന്നെയും നഹാസിന് കൊടുക്കണം. യാ, ഓക്കെ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, സോ വൺ മോർ തിങ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്തെല്ലാം ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കുന്നത് നഹാസ് പറഞ്ഞാൽ നഹാസിനെ കുറ്റപ്പെടുത്താനാണ് സമയത്ത്. ഒരിക്കലും അല്ല. ഞാനിവിടെ നഹാസ് ചെയ്തതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിക്കുകയാണ് ചെയ്തത്. നമ്പർ 1. 2, എൻ്റെ ചോദ്യങ്ങളെ നഹാസ് ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല.
എൻ്റെ ബൈ ദ വേ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിന് നഹാസ് ഇപ്പോൾ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് നഹാസെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഇപ്പം നഹാസ് മുന്നോട്ട് വെച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാര്യം ആകാശമാണോ ഭൂമിയാണോ ആദ്യം സൃഷ്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ നഹാസ് അതിനെ ഏറ്റവും അവസാനം മറുപടി പറയാമെന്ന് വിചാരിച്ചിരുന്നത് അവിടെ രക്ഷപ്പെടാമെന്നാണെന്നുണ്ടെങ്കിൽ നഹാസിന് തെറ്റിപ്പോയി. അവിടെ നഹാസ് പറഞ്ഞത് ആദ്യം ആകാശവും ഭൂമിയും എന്നാണെങ്കിൽ പോലും, അതായത് ഖുറാൻ്റെ 79-ാമത്തെ സൂറ 27 മുതൽ 30 വരെ വായിക്കുമ്പോഴുള്ള ആയത്തുകളിൽ ആദ്യം ആകാശവും പിന്നെ ഭൂമി എന്ന് കാണുന്നെങ്കിൽ സൂറത്തുൽ ബഖറ സൂറ 2-ന്റെ 29-ൽ ആദ്യം ഭൂമിയും പിന്നെ ആകാശവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥിരതയില്ലാത്തൊരു സൃഷ്ടാവാണ് അള്ളാഹു എന്ന് ഇതിനാൽ പറയേണ്ടി വരും. കാരണം ആകാശമാണോ ഭൂമിയാണോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചതെന്ന് അറിയാത്ത ഒരു അള്ളാഹുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത്, എത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ നഹാസ് കൃത്യമായ നിലയിൽ ഉത്തരം തന്നിട്ടില്ല. കാര്യം ഞാനൊരു 3 തെളിവുകൾ ഇവിടെ വെച്ചിരുന്നു. ആ 3 തെളിവുകൾക്കനുസരിച്ച് ഈ നഹാസ് അതിനൊരു ഉത്തരവും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കിതിനകത്ത് പറഞ്ഞു വരാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ചോദ്യങ്ങൾക്ക് നഹാസിന് ഉത്തരമില്ല. ഇസ്ലാമിക പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ ഖുറാൻ്റെ ഭാഗത്തു നിന്നും ഇതിനൊരു ഉത്തരമില്ല. അള്ളാഹു ആകുന്നു സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഖുറാൻ 10-3 വെച്ചിട്ട് അള്ളാഹു ആണ് സകലത്തെയും സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടെന്നുണ്ട്. പിന്നെയും 6 ദിവസമെന്ന് 11-7 പറയുന്നു, 6 ദിവസമെന്ന് 7-54 പറയുന്നു. എന്നാൽ അതേ സാധനം 2 ദിവസമെന്ന് 41-9 പറയുന്നു. ഈ സാധനം 4 ദിവസമെന്ന് 41-10 പറയുന്നു. 41-12 പറയുന്നു അവൻ 2 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ ആകാശമാണോ ഭൂമിയാണോ ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് രണ്ടായിട്ടാണ് നഹാസെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അള്ളാഹുവിന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അള്ളാഹുവിന് സ്ഥിരതയില്ലാത്ത സൃഷ്ടാവാണ്. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, സൂര്യാസ്തമയവും സൂര്യോദയവും എവിടെയാണെന്ന് കൃത്യമായ നിലയിൽ അറിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് ഒരു ചെളിക്കുണ്ടിലേക്കാണെന്ന് സൂറ 18-86 പറയുമ്പോൾ, ഇതേ സൂര്യൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ആരുടെ മേലാണ്? നാം ഒരു ഷെൽട്ടറും നൽകിയിട്ടില്ലാത്ത, ഒരു മേൽക്കൂര നൽകിയിട്ടില്ലാത്ത ആളുകളുടെ തലയിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്നുള്ള കാര്യമാണ് 18-90 പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്ന അതേ സ്ഥാനത്ത് നിന്ന് ഉദിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നഹാസ് ഇവയ്ക്ക് വ്യക്തമായ ഒരു കാര്യം നൽകുമ്പോൾ ഓർക്കണം, അള്ളാഹു എന്ന് പറയുന്നത് ഏക സൃഷ്ടാവല്ല എന്നുള്ളത് നഹാസ് ഒന്നാമത് വ്യക്തമാക്കി. രണ്ടാമത്, സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ വെച്ച ഈ അള്ളാഹു എന്ന്. കാരണം സൃഷ്ടിയുടെ കാര്യത്തിൽ യാതൊരു സ്ഥിരതയുമില്ല. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ്. ഇത് ലാസ്റ്റ് റൗണ്ടാണ് നഹാസിനുള്ള റെസ്പോൺസ് റൗണ്ടാണ്. 3 മിനിറ്റ് ആണ്. നഹാസിന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ. നഹാസിന് മൈക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ ബ്രദറെ, ഇത് എന്താ സൃഷ്ടികർമ്മം പല രീതിയിൽ പലയിടത്തായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അതിനൊപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിശദീകരിച്ച് പറയണമെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റെങ്കിലും സമയം തരണം. അത് ഓരോ വചനങ്ങളും എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ സമയമെടുക്കും. അത് കൃത്യമായിട്ട് നമുക്ക് അത്രത്തോളം വിശദീകരിച്ചാൽ മാത്രമേ അത് ബോധ്യമാവുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഭൂമിയെ സംവിധാനിച്ച കാര്യവും ആകാശഭൂമികളെ സൃഷ്ടിച്ച കാര്യവും ചേർത്ത് പറയുന്നുണ്ട്, വെവ്വേറെ പറയുന്നുണ്ട്. അത് ഇന്ന 2 ദിവസങ്ങളിലായിട്ട് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 6 ദിവസങ്ങളിലായിട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ വേർതിരിച്ചിട്ട് ഈ ഇന്ന സൃഷ്ടി നടത്തിയത് ഇവർ തന്നെ, ഈ വിമർശകർ തന്നെ അവരുടെ തോന്നിയത് പോലെ സൃഷ്ടികർമ്മത്തെ ഇവർ തന്നെ വേർതിരിച്ചിട്ട് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇവരുടെ തന്നെ ആരോപണമാണ്. അല്ലാണ്ട് ഖുർആൻ എവിടെയും പറയുന്നില്ല 6 ദിവസത്തിലധികം ദിവസമെന്ന്. അവിടെ ഒരു വൈരുദ്ധ്യം കാണുന്നില്ല. കൃത്യമായിട്ടും പറയുന്നുണ്ട് 6 ദിവസം കൊണ്ട് തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് മറ്റ് വചനങ്ങളെ കൂടെ കൂട്ടി വിമർശകർ തന്നെ
കൂട്ടിയെടുക്കുന്ന കണക്കാണ്. അത് ഖുറാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുറാന്റെ അഭിപ്രായത്തിൽ 6 ദിവസം കൊണ്ട് തന്നെയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയത്. വേറെ സൃഷ്ടാവേ ഇല്ല, അവനത്രേ സർവാധികാരിയായിട്ടുള്ള ഏകനെന്ന് ഞാൻ 13:16 വെച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്. വാര്യർ ബ്രദർ അത് കേട്ടത് തെറ്റിപ്പോയിട്ടോ അതോ എന്താ ആ റെഫറൻസ് ചെക്ക് ചെയ്യുക പോലും ചെയ്യാതെയാണ് ഉത്തരം പറഞ്ഞത് തോന്നുന്നു. റെഫറൻസ് പറഞ്ഞത് മാറിപ്പോയി. 10ാം അധ്യായത്തിൽ ഏതോ ആയത്താണ് അതിന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് 13:16 കൃത്യമായിട്ട് സൃഷ്ടാവ് വേറെ ആരുമില്ല എന്ന് സ്ഥാപിച്ച് പറയുന്നത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൃഷ്ടാക്കളുടെ കാര്യമല്ല ഖുർആൻ പറയുന്നതെന്ന് ഈ ഒരു ആയത്തിൽ കൂടെ തന്നെ വ്യക്തമാണ്. പിന്നെ എന്താ വേറെയും എന്തോ പറഞ്ഞു. ഇത് കൂടുതൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതാണ്. ഒന്നും വ്യക്തമായില്ല എന്ന് വീണ്ടും പറയുമ്പോൾ നമ്മളിപ്പോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല എന്ന് തോന്നുന്നു. വാര്യർ ബ്രദറിനെ ഞാൻ പറയുന്നത് കൃത്യതയില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സംസാരിച്ചു പോകുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പറയാണ് ആകാശഭൂമികളുടെ സൃഷ്ടി നടത്തിയത്. അത് വാര്യർ ബ്രദറിന്റെ ഒരു വ്യാഖ്യാനമാണ്. ഭൂമിയെ ആദ്യം സൃഷ്ടിച്ചു എന്നുള്ളത്. ഭൂമിയെ ആദ്യം സൃഷ്ടിച്ചു എന്ന് എവിടെയും പറയുന്നില്ല. ആകാശഭൂമികളെ തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ സൃഷ്ടി നടത്തിയതായിട്ട് സൃഷ്ടികർമ്മം നടത്തിയെടുത്ത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ആരോപണം ഖുർആന് വചനത്തിന് നിരക്കാത്തതാണ്. ഓക്കെ, അത് സ്ഥാപിച്ച് പറയുന്നില്ല. ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷമാണെന്ന് ആകാശത്തെ സൃഷ്ടിച്ചെന്ന് എവിടെയും പറയുന്നില്ല. അത് വാര്യരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു റെഫറൻസ് തന്നാൽ ഞാൻ നോക്കാം. അങ്ങനെ പറയുന്നില്ല. ഓക്കെ നഹാസ്, താങ്ക് യു. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഈ ഫുൾ റൗണ്ടിന്റെ ഹാഫ് സെഷൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ചോദ്യത്തിന്റെ എല്ലാ ആൻസറും അതിന്റെ റീബട്ടലും അതിന്റെ റെസ്പോൺസും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത് നഹാസിന്റെ ചോദ്യമാണ്. അതിനുള്ള 1 മിനിറ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. നഹാസിന് ചോദ്യം ചോദിക്കാം. അതിന്റെ ഉത്തരമായിട്ട് വാര്യർ 3 മിനിറ്റ് ആദ്യം എടുത്ത് പറയും. ഓക്കെ, സോ ക്വസ്റ്റ്യനുള്ള ആദ്യത്തെ 1 മിനിറ്റ് നഹാസ് ബ്രദറെ, താങ്കൾ തയ്യാറാണോ ചോദ്യം ചോദിക്കാൻ? അങ്ങനെയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചോദിച്ചോളൂ. ഓക്കെ ബ്രദറെ. ഓക്കെ, ബൈബിള് ഉൽപ്പത്തിയിൽ വിശദമായിട്ട് തന്നെ പ്രപഞ്ചോൽപ്പത്തിയെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകത്തിലെ വിശദീകരണത്തിൽ വചനങ്ങളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നില്ല. ഞാനിവിടെ സംശയമായിട്ട് ചോദിക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. ഒരു സൃഷ്ടാവിന് നിരക്കാത്ത, ഒരു സൃഷ്ടാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അത് ബൈബിൾ വചനങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് പ്രവർത്തിച്ചതായിട്ട് മറ്റു പല വചനങ്ങൾ കൊണ്ടും നമുക്കിതിൽ കാണാൻ പറ്റും. മറ്റു പല വചനങ്ങളും അതിന് ഒരു സൃഷ്ടാവിന് ചേരാത്ത പ്രവൃത്തി ചെയ്ത ഒരു ദൈവത്തെ ബൈബിളിൽ അവതരിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. ദൈവം ഒരിക്കലും ഒരു മനുഷ്യരൂപത്തിൽ അല്ല എന്നാണ് ദൈവം പറയുന്നത്. എന്നിട്ട് അതേ ആ ദൈവം തന്നെ അനന്തരം ദൈവം നാം സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാൻ പറയുന്നത് 31-ാം അധ്യായത്തിൽ തന്നെ 26 പറയുന്നതാണ്. പിന്നെ ടൈം ആയി കേട്ടോ. 3 മിനിറ്റ്. 1 മിനിറ്റ് കഴിഞ്ഞായിരുന്നു ആക്ച്വലി. നിങ്ങൾക്ക് ഇച്ചിരി സമയം വേണോ? ക്വസ്റ്റ്യൻ വാര്യറിന് മനസ്സിലായായിരുന്നോ? 1 മിനിറ്റ് നഹാസെ, വാര്യറിന് ക്വസ്റ്റ്യൻ മനസ്സിലായായിരുന്നോ? ഇതിന് റെസ്പോണ്ട് ചെയ്തോളാം. കാര്യം ഇതൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ. അല്ല, നമുക്ക് അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഒന്ന് എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് നഹാസിന് അത് ഫ്രെയിം ചെയ്യാൻ പറ്റിയില്ല. നഹാസെ ഇല്ല, അതിനകത്ത് ഇനിയിപ്പം റെസ്പോൺസ് എടുക്കാം. നഹാസ് പറഞ്ഞു വന്ന കാര്യം എനിക്ക് മനസ്സിലായി. സോ അതിന്റെ റെസ്പോൺസ് എടുത്തോളാം. ഓക്കെ, എന്നാ പിന്നെ ബ്രദറെ, മനുഷ്യ സൃഷ്ടിയും നടത്തുന്നത് ഒരു
സൃഷ്ടിയാണല്ലോ. അതല്ല, സൃഷ്ടാവായ ദൈവം അത് ആരാണെന്നല്ലോ. എടാ, ഇനിയിപ്പോ ഇനി അതല്ല, അതൊക്കെ റിബട്ടലിലേക്ക് പോകട്ടെ, അതൊക്കെ റിബട്ടലിലേക്ക് അതല്ല ഞാൻ പോകട്ടെ. ചോദിച്ച ചോദ്യം, എന്താണ് അല്ലല്ല, അത് വിഷയ നിക്ക് സംബന്ധമായിട്ട് നഹാസെ തന്നെയാണ് ഞാൻ നഹാസെ ചോദിച്ചതെന്ന് നഹാസെ പറയാം. ഇടയ്ക്ക് കയറല്ലേ, ഓക്കെ ഇടയ്ക്ക് കയറല്ലേ. ഒരു മിനിറ്റ് ഞാൻ മോഡറേറ്റ് ചെയ്യാം. വാര്യ ബ്രദറെ, നമ്മൾ ഇച്ചിരി ഗ്രേസ്ഫുൾ ആയിരിക്കാം. ഇൻ കേസ് ഓഡിയൻസിന്റെ സേക്കിലെങ്കിലും, അതുപോലെ അദ്ദേഹം നമ്മുടെ ഒരു ഗസ്റ്റും കൂടിയാണല്ലോ, സോ ഒരു എക്സ്ട്രാ ഗ്രേസ് കൊടുക്കുകയാണ്. നഹാസ്, പെട്ടെന്ന് താങ്കൾക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ഇത് എന്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്ട്രാ ചിന്തയാണ്. അതുകൊണ്ട് അല്ല, വാര്യർ ക്വസ്റ്റ്യൻ എന്നോട് ഇവിടെ ക്ലിയർ അല്ല, പിണങ്ങരുത്, അല്ലല്ലേ ബ്രദറെ, പിണങ്ങണ്ട. ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ ആയിരുന്നു, എനിക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു. ഓക്കെ. നഹാസ് വേണോ? 30 സെക്കൻഡ്സ് യു നീഡ്. ഒരു അല്ല, 30 അതിന് സെക്കൻഡ് വേറെ വേണോ? വേറെ അല്ലല്ല, അത് ബ്രദറെ വേറെ ചോദ്യത്തിലോട്ട് പോകും. ഇവിടെ നഹാസ് ചോദിച്ച ചോദ്യം ഇവിടെ ക്ലിയർ, ഓക്കെ, ഗോ നഹാസ് ഹെഡ്. ഉദ്ദേശിച്ച ചോദ്യം എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ, നോ ബ്രദറെ, പ്രോബ്ലം. ഒറ്റ സെക്കൻഡ്. നഹാസ് വേർ യു, നോ പ്രോബ്ലം. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പോകാം. കാരണം താങ്കൾക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ, സോ ക്ലിയർ ചെയ്യാൻ 2-3 പ്രാവശ്യം റിബട്ടലിന്റെ സമയം ഉള്ളതുകൊണ്ട് യു ക്യാൻ ടേക്ക് ദാറ്റ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പക്ഷപാതം ചെയ്യുന്നത് പോലെ ആയി പോകും, അത് വേണ്ട. ഓക്കെ, വാരിയറിന്റെ 3 മിനിറ്റ്, 1 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. 3 മിനിറ്റ്. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് നൗ, വാരിയർ. താങ്ക് യു ബ്രദറെ. അപ്പം നഹാസെ, ചോദ്യം വളരെ മനോഹരമായിരുന്നു. ആ ചോദ്യം ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളുമായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, നഹാസ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായ വ്യക്തമായ സൃഷ്ടിയുടെ വിവരണമുണ്ട് എന്നുള്ളതാണ് നഹാസ് പറഞ്ഞത്. ഇത്രയും വ്യക്തമായ വിവരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് നഹാസ് അടുത്ത് പറയുക, അതിലെ വൈരുദ്ധ്യങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ വ്യക്തമായ വിവരണമുള്ള സാധനത്തിൽ എങ്ങനെയാണ് വൈരുദ്ധ്യമുള്ളത്? അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ വിവരണമുള്ളത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ തന്നെയാണ്, അല്ലാതെ ഖുറാനിലല്ല എന്ന് നഹാസ് മനസ്സിലാക്കിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 2, നഹാസ് പറയുന്നു, സൃഷ്ടാവ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു ദൈവമാണ് ബൈബിളിലെ സൃഷ്ടാവ് എന്ന് പറയുന്നു. അതിന് ഒന്നാമതായി അദ്ദേഹം മുന്നോട്ട് വെച്ച പോയിൻ്റാണ് നഹാസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമോ? അങ്ങനെ സൃഷ്ടിക്കാൻ പാടില്ല, അങ്ങനെയല്ല ഒരു സൃഷ്ടാവ് ചെയ്യുന്നത്, അത് സൃഷ്ടാവിന് ചേർന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ വ്യക്തമായി നഹാസ് പറയുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടി, അതായത് യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്നെയാണ് സൃഷ്ടിച്ചത്. ഇനി മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുന്നത് ദൈവത്തിന് ചേർന്നത്, അല്ലെ സൃഷ്ടാവിന് ചേർന്ന പണിയല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ചേരാത്ത പണിയാണ് സൃഷ്ടി എന്നാണ് നഹാസ് പറയുന്നത്. അതിനൊരു കാര്യം പറഞ്ഞുതരാം. സഹീ മുസ്ലിം ബുക്ക് നമ്പർ 32 ഹദീസ് നമ്പർ 6325 പ്രകാരം കൃത്യമായി അവിടെ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനോട് ഒരു ഫൈറ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ അവനുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ, he should avoid his face, for Allah created Adam in his own image. അവൻ്റെ മുഖം നിങ്ങൾ ഒഴിവാക്കി കളയണം, കാരണം അവൻ്റെ മുഖത്തടിക്കുകയോ കാര്യങ്ങളോ ചെയ്യരുത്, കാരണം അള്ളാഹു ആദാമിനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ നഹാസ് പറയാണ്, ബൈബിളിലെ ദൈവം അള്ളാഹു ധരിച്ചപ്പോൾ ബർമുടയും ബൈബിളിലെ ദൈവം ധരിച്ചപ്പോൾ മറ്റേ അണ്ടർവെയറും ആയി പോകുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് നഹാസ് കൊണ്ടുവരരുത്. കാരണം ആദാമിനെ സൃഷ്ടിച്ചത് തൻ്റെ അള്ളാഹുവിൻ്റെ സ്വന്തം സാദൃശ്യത്തിലാണ് എന്ന് ഇവിടെ നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അബൂ ഹുറൈറ നിവേദനവുമാണ്. അപ്പോൾ അതുകൊണ്ട് നഹാസ് പറഞ്ഞ ആ പോയിൻ്റ് ഇൻവാലിഡായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ആ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ എന്തായി വസിക്കുന്നു? മനുഷ്യൻ എന്ന് പറയുന്ന ഈ കൂടാരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കാരണം എന്താണ്? അവനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. താങ്ക് യു. ഓക്കെ, ആദ്യത്തെ ആൻസർ കഴിഞ്ഞു. ഇനി നഹാസിന് ഉള്ള 3 മിനിറ്റ് ആണ്. അതിനുള്ള റിബട്ടലിന്റെ ഒരു സമയമാണ്. നഹാസെ, താങ്കളുടെ 3 മിനിറ്റ് ഇപ്പോൾ ആരംഭിക്കുന്നു. താങ്കൾക്ക് മൈക്ക് എടുക്കാം. ഓക്കെ, താങ്ക്സ് ക്യൂ ബ്രോ.
വാര്യറെ, അങ്ങ് വല്ലാണ്ട് നമ്മളെ എന്താ ആ, അങ്ങ് വിലയിരുത്തല്ലേ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വാര്യർക്ക് ശരിക്കും മനസ്സിലായിട്ടാണ്. ഞാൻ ഈ ബൈബിളിലെ ഉൽപ്പത്തിയിലെ ആദ്യ വചനം തൊട്ട് തന്നെ കാണുന്ന ആ ആ വൈരുദ്ധ്യങ്ങളെ കാണാതെ വിട്ടത് ഒരു ആവർത്തന വിരസത വേണ്ടാന്ന് കരുതിയിട്ടാണ്. അല്ലാണ്ട് അത് സത്യസന്ധമാണ്, ഖുറാനേക്കാളും വലിയ ആ, വിശ്വാസയോഗ്യമുള്ളതാണെന്നൊന്നും അല്ല. ആദ്യത്തെ വചനം തൊട്ട് തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഞാനൊരു ആവർത്തന വിരസത വേണ്ടാന്ന് കരുതിയിട്ടാണ്, വെറൈറ്റി വിഷയങ്ങളിലോട്ട് പോകാന്ന് കരുതിയിട്ടാണ് അത് ഒഴിവാക്കിയത്. ഇനി അത് തന്നെ ഞാൻ പറയാം. നമ്മുടെ ഉൽപ്പത്തിയിൽ 1-ാം വചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാന്റെ 1-ല് പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ ഇതിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആദിയിൽ ഉണ്ടായിരുന്നത് ദൈവമാണോ വചനമാണോ? ഇവിടെ വ്യക്തമായിട്ടുള്ള വൈരുദ്ധ്യം എന്താണ് വരാൻ കാരണം? ഈ വചനത്തെ പറ്റിയിട്ട് എന്താണ് യഹോവയായ ദൈവത്തിന് അറിയാൻ പാടില്ലാതെ പോയി. ഇനി അടുത്തത്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഉൽപ്പത്തി 1:3 പറയുന്നുണ്ട്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം എന്താണ്, നല്ലതാണോ ചീത്തയാണോ എന്ന് ദൈവത്തിന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു. ദൈവം വെളിച്ചം അറിയാതെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന് പകരം മറ്റെന്തെങ്കിലും ആണ് വന്നിരുന്നെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ദൈവത്തിന് വെളിച്ചം എന്തെന്ന് അറിയാതെയാണോ ഒരു സൃഷ്ടി അവിടെ നടത്തിയത്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചത്? അറിയാത്ത ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ എങ്ങനെ ദൈവത്തിന് കഴിയും? ഒരു പിടിയുമില്ല. അങ്ങനെ ഓരോ വചനങ്ങൾ എടുത്താലും ഒന്നിനൊന്നിന് വൈരുദ്ധ്യങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഭാഗം മാറ്റിവെച്ചത് ഓരോരുത്തരും പറഞ്ഞു പഴകിയത് കൊണ്ടും ആവർത്തന വിരസത ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നിങ്ങളെ ഈ പുസ്തകത്തെ ഞാൻ അംഗീകരിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് വാര്യർ ഇനിയെങ്കിലും എതിർ പക്ഷത്തുള്ള ഒരാളെ താങ്കളുടെ രീതിയിൽ വിലയിരുത്താതെ പ്ലീസ്, അയാൾ എന്താണോ പറയുന്നത് അതറിഞ്ഞിട്ട് മറുപടി കൊടുക്കുക. ഒരിക്കലും മറ്റുള്ളവരെ താങ്കളുടെ ഭാഗത്ത് നിന്ന് വിലയിരുത്തരുത് പ്ലീസ്. ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പറയുന്നത്. എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം ഞാൻ ജസ്റ്റ് ഉപമയായിട്ട് പറയാൻ കാരണം 1 മിനിറ്റുള്ള ചോദ്യ സമയം, അത് തന്നെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് വാര്യർ, ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. താങ്കളുടെ ദൈവം നടത്തിയ സൃഷ്ടികർമ്മത്തെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, 15 സെക്കൻഡോടെ ഇനിയുണ്ട് വേണമെങ്കിൽ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? 15 സെക്കൻഡ് ബാക്കിയുണ്ടായിരുന്നു, നോ പ്രോബ്ലം. അപ്പോൾ ആദ്യത്തെ റീബട്ടലും ക്വസ്റ്റ്യനും ആൻസറും പിന്നെ അതിന്റെ റീബട്ടലും കഴിഞ്ഞു. ഇനി അതിന് റെസ്പോൺസ് കൊടുക്കാനുള്ള 3 മിനിറ്റ് വാരിയറിന്റെ സ്റ്റാർട്ട് ആകുന്നു. വാരിയറെ, താങ്കൾക്ക് മൈക്ക് എടുക്കാം. ടൈം സ്റ്റാർട്ട് ആകും. താങ്ക് യു. എനിക്കിത് കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാര്യം നഹാസ് പറഞ്ഞതിൽ നഹാസ് പെട്ടുപോയല്ലോ, ഇവരത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമമാണ് നഹാസിൻ്റെ ആ സംസാരത്തിൽ കേൾക്കാനിടയായി തീർന്നത്. വല്ലാണ്ടങ്ങ് വിലയിരുത്തല്ലേ വാര്യറെ എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയോടൊക്കെയാണ് അദ്ദേഹം ആരംഭിച്ചത്. ആദ്യം മുതൽ വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞു. ഇതിന് തൊട്ട് മുൻപ് പറഞ്ഞത്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിശദീകരണം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്, വ്യക്തമായി ഉള്ള സാധനത്തിൽ എങ്ങനെയാണ് വൈരുദ്ധ്യമെന്ന് ചോദിച്ചതിന് മറുപടി വന്നില്ല. ഇനിയും ഇവിടെ വൈരുദ്ധ്യാത്മകമായി സംശയം നഹാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇതാണ്, ആദ്യം ദൈവമാണോ വചനമാണോ ഉണ്ടായത് എന്നാണ് നഹാസ് ചോദിക്കുന്നത്. ഈ വചനം എന്നത് എന്താണെന്നുള്ളത് നഹാസ് തന്നെ വായിച്ച് പറയുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ഈ വചനം ദൈവമായിരുന്നു എന്നാണ്. ഇവിടെ വചനം എന്ന് പറയുന്നത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായ നിലയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ദൈവത്തെ തന്നെയാണ് കാണിക്കുന്നത്. ആ ദൈവം മനുഷ്യരുടെ ഇടയിൽ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ 12-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലായിത്തീരുന്നത്. ആ വിഷയത്തിലോട്ട് അധികം കടക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാര്യം അത് അടുത്തൊരു വിഷയമാണ്. ഇനി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നതിൻ്റെ ഉത്തരം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കാര്യം അതുകൊണ്ടാണ് പുള്ളി അതേക്കുറിച്ച് പിന്നെ ചോണ്ടാതെ. കാര്യം അള്ളാഹു സൃഷ്ടിക്ക് ചേരാത്ത പണി ചെയ്തു എന്നാണ് നഹാസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേക്കുറിച്ച് നഹാസ് ഒന്നും പറഞ്ഞില്ല. ഇനി അടുത്തത് നഹാസ് പറയുന്ന വിഷയം, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഈ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടതിലാണ് നഹാസിന് വലിയ വിഷമമുള്ളത്. പിന്നെ വെളിച്ചത്തെ എന്നാ മോശമായിട്ട് കാണണമായിരുന്നു?
എനിക്കതാ മനസ്സിലാകുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു, പിന്നെ വെളിച്ചം മോശമാണെന്ന് ദൈവം പറയണമായിരുന്നോ? അടുത്തത് നഹാസ് പറയുക, വെളിച്ചത്തിന് പകരം മറ്റെന്തെങ്കിലും വന്നിരുന്നത് അത് സ്വീകരിക്കില്ലായിരുന്നോ? അതിന് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത, ആകാശമാണോ ഭൂമിയാണോ ആദ്യം ഉണ്ടാക്കിയതെന്ന് അറിയാത്ത, 6 ദിവസം കൊണ്ടാണോ 8 ദിവസം കൊണ്ടാണോ 11 ദിവസം കൊണ്ടാണോ എന്നറിയാത്ത, ഈ സൃഷ്ടിയുടെ ക്രമം എങ്ങനെയാണെന്ന് ഇന്നും നാളെയും മറ്റന്നാളും കഴിഞ്ഞ ദിവസങ്ങളും അറിയാത്ത ഒരു ദൈവമല്ല എന്ത് സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അതാണ് നഹാസ വ്യത്യാസം. നഹാസ് മനസ്സിലാക്കണം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ വെളിച്ചം തന്നെയാണ് അവിടെ ഉണ്ടായത്. അത് പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും അതിൻ്റെ ക്രമത്തിൽ കൃത്യമായ നിലയിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണവൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്, എൻ്റെ ദൈവത്തിന്, സൃഷ്ടാവായ ദൈവത്തിന്, ഏക സൃഷ്ടാവായ ദൈവത്തിന് യാതൊരു തെറ്റും സംഭവിക്കുകയില്ല. ഇനി നഹാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നഹാസ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അതുതന്നെയാണ് യോഹന്നാൻ എഴുതിയ ലേഖനം, സുവിശേഷം 1-ാമത്തെ അധ്യായം 2-ാം വാക്യം 3-ാം വാക്യമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഏക സൃഷ്ടാവായ ദൈവം ബൈബിൾ പറയുന്ന ഏക സത്യദൈവമാണ്. ഏക സൃഷ്ടാവായ ദൈവം അവൻ മാത്രമാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഇത് അവസരമാണ് നഹാസിന്. ഇനി ഇതിന് ശേഷം ഒരെണ്ണോടെ ഉണ്ടാവും, അതുപോലെ വാരിയറിനും. ഓക്കെ, അപ്പോൾ നഹാസിന്റെ അടുത്ത 3 മിനിറ്റ് സ്റ്റാർട്ട് ആവുന്നു. നഹാസെ, മൈക്ക് എടുക്കാം. ഓക്കെ. വാര്യർ ബ്രദറെ, നല്ലതുപോലെ വിളിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞത് വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ, വൈരുദ്ധ്യങ്ങളുടെ വിശാലതയുണ്ട്. ആദ്യത്തെ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായം തൊട്ട് തന്നെ വൈരുദ്ധ്യങ്ങളുടെ വിശാലത, വ്യക്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് വാര്യർ ബ്രദർ തെറ്റിദ്ധരിച്ചതിന് ഞാൻ എന്താണ് ആളല്ല. ഓക്കെ, അത് താങ്കൾ എന്താണ് ഇത് ഞാൻ തന്നെ സത്യപ്പെടുത്തിയാലും ഒരുപാട് ക്രിസ്ത്യാനികൾ തന്നെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്റെ ആ വാക്കുകൾ അങ്ങ് വളച്ചൊടിക്കാൻ നിൽക്കണ്ട. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഈ അവന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം വന്നതിന് ശേഷമാണ് ദൈവത്തിന് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടറിയാൻ പറ്റിയത്. പിന്നെ എന്തുദ്ദേശത്തിലാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത്? വെളിച്ചം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിട്ട് ഉള്ള ഒരാൾക്കാണ്ടേ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതെന്ത് സാധനമാണ് എന്തോ ക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുമ്പോൾ കാണാം ഒരു കുട്ടിച്ചാത്തൻ വന്നതുപോലെയാണ് പറയുന്നത്. പക്ഷെ കുട്ടിച്ചാത്തൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടത് വെളിച്ചം വന്നതിന് ശേഷമാണ്. പക്ഷെ ആ വെളിച്ചം എങ്ങനെ വരട്ടെ എന്ന് പറയാൻ തോന്നിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഉണ്ട്, ആരോ പറഞ്ഞതുപോലെ. ചിലപ്പോ ആദിയിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന എന്താ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന അവനായിരിക്കും പറഞ്ഞു കൊടുത്തത് വെളിച്ചം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നീ കണ്ടു നോക്കെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയത്. അതൊന്നും വിശദീകരിച്ചിട്ടില്ല. അപ്പോ വെളിച്ചം വന്നതിന് ശേഷം അത് നല്ലതെന്ന് കണ്ടു. ഓക്കെ, ഇനിയിപ്പോ 1-ാം ദിവസം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. 13 പറയുന്നുണ്ട്, സന്ധ്യയായി ഉഷസ്സുമായി. അല്ല എന്താ സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. രാവും പകലും തമ്മിൽ വേർപിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായ കാലം, ദിവസം, സംവത്സരം എന്നിവ അറിവാനായും ഉതകട്ടെ. അതായത് ഭൂമിയും ആകാശവും ഒക്കെ ഉണ്ടാക്കി വെളിച്ചം ഉണ്ടാക്കി അവിടെ വെച്ചതിന് ശേഷം പിന്നെയാണ് ഈ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. അതായത് നക്ഷത്രങ്ങളുടെ കേസാണ് ഈ പറയുന്നത്, സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ കേസ്. അപ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് ഒരിക്കലും ഭൂമിക്ക് ശേഷം സൂര്യൻ ഉണ്ടാകത്തില്ല. സൂര്യന് ശേഷം മാത്രമാണ് ഭൂമി ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ സർവജ്ഞാനിയായ സർവസൃഷ്ടാവായിട്ടുള്ള ദൈവം തോറ്റു.
ഓക്കെ. അങ്ങനെ എത്രയൊക്കെ വെളുപ്പിച്ചാലും വെളുക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ വചനങ്ങളും സോറി ഒന്നും ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയാം. ബ്രദറെ എനിക്ക് നെറ്റ്വർക്ക് എന്റെ എക്യുപ്പ് ഒന്ന് കേക്ക് പറയുന്നത് എന്താണ്, എനിക്ക് നെറ്റ്വർക്ക് ബ്രേക്ക് ആയി, ഒന്നും കൂടെ പറയാമോ? നോ പ്രോബ്ലം. സോറി ഐ ആം സോറി. നഹാസ് ബ്രദറെ എപ്പോഴും തൊട്ടാ കേൾക്കാതിരുന്ന വാര്യർ ബ്രദറെ? എത്ര നേരം കേട്ടില്ല? ഒരു ലാസ്റ്റ് 30 seconds. ഓക്കെ. നഹാസ് ബ്രദറെ, വാര്യർ ബ്രദറിന് ഒരു ലാസ്റ്റ് 30 seconds താങ്കൾ പറഞ്ഞത് കേട്ടില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അതായത് തോറ്റുപോയി എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, എന്തായിരുന്നു ആ പോയിന്റ് എന്ന് കേട്ടില്ല. ഓക്കെ. അതായത് സൃഷ്ടികളില് ശാസ്ത്രീയപരമായിട്ട് വ്യത്യാസമുണ്ട്, അങ്ങനെ വന്നപ്പോൾ ദൈവം തോറ്റുപോയി എന്നുള്ളതാണ് ലാസ്റ്റ് വാര്യർ ബ്രദർ കേട്ടത്. അവിടുന്ന് തൊട്ട് നഹാസ് ബ്രദർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോളൂ. സോറി, എക്സ്ട്രീംലി സോറി. വാര്യർ ബ്രദർ കേട്ടില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇന്റർഫിയർ ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. ഓക്കെ. താങ്ക് യു. ഐ ആം സോറി. നഹാസിന്റെ എക്സ്ട്രാ ടൈം എടുത്തോളൂ. ഓക്കെ ബ്രദറെ, 8-ാം വചനം, 31-ന്റെ 8-ാം വചനം. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി. 2-ാം ദിവസം ദൈവം ആകാശത്തിന് കീഴ്മേലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങി വന്നിട്ട് പിന്നെ 13-ാം വചനം, അതായത് 3-ാം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പകലും രാവും തമ്മിൽ വേർപിരിയാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാനായിട്ട് മുതകട്ടെ. അത് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കാലങ്ങളെയും സംവത്സരങ്ങളെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭൂമിയെല്ലാം ഉണ്ടാക്കി ദിവസങ്ങളെയൊക്കെ കണക്ക് കൂട്ടിയ ദൈവം, പക്ഷെ സൂര്യൻ ഉണ്ടായത് 3-ാം ദിവസമാണ്, 4-ാം ദിവസമാണ്. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇത് വൈരുദ്ധ്യമാണ്, സയൻസിന് എതിരാണ്. ഓക്കെ, ഇനി ഇതാണ് ലാസ്റ്റ്. കഴിഞ്ഞു, ഏകദേശം ടൈം കഴിഞ്ഞു. താങ്കൾക്ക് 30 സെക്കൻഡ് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ആ ഒരു ഇന്റർഫിയർ നടന്നത്. ഏകദേശം 32 സെക്കൻഡ് ഇപ്പൊ ആയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം, കുഴപ്പമില്ല. സോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, വാര്യറിന്റെ നെറ്റ്വർക്ക് ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നു. വാര്യറിന്റെ 3 മിനിറ്റ് സ്റ്റാർട്ട് ആവുന്നു. മൈക്ക് എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. സോറി ടു ഇൻറ്ററപ്റ്റ്. ഞാൻ അന്നേരം ഇടയ്ക്ക് കയറിയത്, എനിക്കൊരു കോൾ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഇത് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു എനിവേസ്. ഓക്കെ, ഇവിടെ ഒന്നാമത് നഹാസ് ഇവിടെ പറഞ്ഞ ഈ ഒരു പോയിന്റിൽ ആരംഭിച്ചത് ക്രിസ്ത്യാനികൾ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പല ക്രിസ്ത്യാനികളും ഈ സൃഷ്ടി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ക്രിസ്ത്യാനിയാണ് ഇത് അംഗീകരിക്കാത്തത് എന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ, അടുത്തത് ഇവിടെ താങ്കൾ പറയുന്നു അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. ഈ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ച് അവനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവൻ ആരായിരുന്നെന്നോ എന്താണെന്നോ പറയുന്നില്ല. അവൻ ആരായിരുന്നു എന്താണ് എന്നുള്ളത് അവിടെ പറയേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ പറയാത്ത കാര്യം. ഏത് എവിടെ എങ്ങനെ പറയണമെന്നുള്ളത് കൃത്യമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അവനെക്കുറിച്ച് കാണണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാം വാക്യം, താങ്കൾ പറഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നില്ലെങ്കിൽ 1-ന്റെ 26-ൽ കാണാം. നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ഇവിടെ ദൈവം പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഈ സംഭവം, ഈ നാം അവിടെയുണ്ട്. ഓക്കെ, അവിടെ കൃത്യമായി വചനമുണ്ട്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വചനം. സകലവും അവൻ മുഖാന്തരം ഉളവായി. താങ്കൾ എടുത്ത അതേ പോയിന്റ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ കാണുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചത്. അവനെ കൂടാതെ അല്ല ഇവയൊന്നും ഉളവായത്. ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തത്. ജഡമായി തീർന്ന മനുഷ്യരുടെ ഇടയിൽ വന്നത് ദൈവം തന്നെയാണ്. ആ വചനം തന്നെയാണ്. ആ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വചനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞത് വചനമാണ്. ആ വചനത്തിൻ്റെ ശക്തിയാണ് അവിടെ അത് ഉളവായത്. പിന്നെ നഹാസ് പറയുന്നു അവിടെ വെളിച്ചമുണ്ടായത് ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞപ്പോഴാണോ? അപ്പോൾ വെളിച്ചം നല്ലതെന്ന് ദൈവം കാണാതെ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കിയപ്പോൾ ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞപ്പോഴാണോ ചുമ്മാ ഒരു വെളിച്ചം കൊണ്ടായത്? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തിരിച്ചു വരും. കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു ഓം ക്രീം കുട്ടിച്ചാത്ത പറഞ്ഞിട്ടാണോ അള്ളാഹു ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ നഹാസിൻ്റെ വിചാരം കുൻ ഫയക്കൂൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി.
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവ ഉളവായി എന്ന് പറയുന്ന സാധനം നഹാസ് പറയുകയാണ് എന്ത്, അത് ഓം ക്രീം കുട്ടിച്ചാത്ര മന്ത്രവാദ പരിപാടിയാണ്. അപ്പോൾ അള്ളാഹു ചെയ്തത് മന്ത്രവാദ പരിപാടിയാണെന്നാണ് ആര് പറയുന്നത്? നഹാസ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമല്ല. അവൻ സാക്ഷാൽ സൃഷ്ടാവായ ദൈവമാകൊണ്ട് അവൻ്റെ വാക്കിന് വിലയുള്ളത് കൊണ്ടും അവൻ്റെ വാക്കിന് ശക്തിയുള്ളത് കൊണ്ടും ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും അവൻ ഉളവാക്കിയെടുക്കുവാൻ ഇടയാക്കി തീർത്തു. അതുകൊണ്ടാണ് അവ കൃത്യമായി പറയുന്നത്. പിന്നെ അടുത്ത താങ്കൾ മുന്നോട്ട് വെച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യം എടുത്തുകൊണ്ടാണ് ഈ ലതാദികളെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ദൈവം എന്ത് ചെയ്തത്? സൂര്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ സഹോദര, അതിൻ്റെ 3-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചമുണ്ടായെങ്കിൽ പിന്നെ ഈ പറയുന്ന സാധനത്തിൻ്റെ സ്പെഷ്യാലിറ്റി വേണ്ട ആവശ്യമില്ലല്ലോ. ഈ സസ്യങ്ങൾക്ക് വേണ്ട വെളിച്ചം അവിടെ ഉണ്ട്. യാ ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്. എത്രാമത്തെ ലാസ്റ്റ് ആണോ? ഇത് ലാസ്റ്റ് റിബട്ടൽ ആണോ? ഇത് ലാസ്റ്റ് ആണ്. ഇത് ലാസ്റ്റ്. ഇനി നഹാസിന്റെ ലാസ്റ്റ് റിബട്ടൽ ആണ്. അതിനുശേഷം വാര്യറിന് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകും. ഓക്കെ, നഹാസിന്റെ ലാസ്റ്റ് റൗണ്ട് ഓഫ് റിബട്ടൽ സ്റ്റാർട്ട് ആവുന്നു. നഹാസ് മൈക്ക് എടുത്തോളൂ. വാര്യ ബ്രദറെ, ഞാന് തമാശ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞതല്ല. ജോർജ് തോപ്പുളയെ പോലെയുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ റൂമുകളിൽ വരുന്ന, എനിക്കിപ്പോ പേര് ഓർമ്മയില്ല എന്ന് പറയുന്നേ ഉള്ളൂ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പേര്, കുറഞ്ഞത് ഒരു 10-15 പേരെങ്കിലും വന്നിട്ട് അദ്ദേഹത്തിന്റെ റൂമിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആശയം തന്നെ അംഗീകരിച്ച് പോകുന്നവരുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ പഴയ നിയമത്തിലെ ദൈവം അല്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സൃഷ്ടാവ് എന്ന് നിങ്ങൾ ഈ പറയുന്ന ദൈവം ഉണ്ടല്ലോ, ആ ദൈവം തന്നെ സാത്താനാണെന്ന് വാദിക്കുന്നവർ അടക്കമുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ സമയമില്ലാത്ത നേരം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്റെ പൊന്നു ബ്രദറെ, അള്ളാഹു കുൻഫയക്കൂൻ എന്ന് പറഞ്ഞത് കൊണ്ട് ആ കുൻഫയക്കൂനിലൂടെ സംഭവിച്ചത് കണ്ടിട്ട് ഹായ് ഇത് വന്നേ, ഹായ് ഇത് കൊള്ളാലോ, ഇത് പണ്ടത്തെ സിനിമയിലെ ജഗതി ഒരു കാറ് കണ്ടിട്ടാണെങ്കിൽ തുള്ളിച്ചാടുന്ന കണക്കൊന്നും തുള്ളിച്ചാടുന്നില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തന്റെ സൃഷ്ടി എന്താണെന്ന് അറിയാതെ സൃഷ്ടിച്ച് കിട്ടിയത് കണ്ടിട്ട് ആഹ്ലാദിക്കുന്ന ഒരു അള്ളാഹുവിനെയല്ല കാണുന്നത്. അള്ളാഹു എന്തുദ്ദേശിക്കുന്നു അത് തന്നെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അത് സൃഷ്ടിയായതിനു ശേഷം അള്ളാഹു അതിനെ നോക്കിയിട്ട് തുള്ളിച്ചാടുന്നില്ല, എന്താണെന്നോ അറിയാത്തതുപോലെ പൊട്ടനെ പോലെ നിൽക്കുന്നില്ല. ഇവിടെ അതൊന്നുമില്ലാതെ ഒരു സർവജ്ഞന്റെ അല്ലെങ്കിൽ എന്താണ് താൻ സൃഷ്ടിക്കുന്നതെന്ന് പോലും അറിയാത്ത, സൃഷ്ടിക്കുന്ന സാധനത്തിന്റെ ഗുണം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ദൈവം, ഒരു സൃഷ്ടാവ്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അതെല്ലാം ബോധ്യമായിട്ടുണ്ട്, പക്ഷെ താങ്കൾക്ക് അതിന് മറുപടിയില്ല. കാരണം ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് താങ്കൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. പിന്നെ വെളിച്ചമുണ്ടായി കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന ഒരു എന്താണ് വെളിച്ചത്തെ പറ്റിയിട്ടാണ് 13 പറയുന്നത്, ഈ 14 പറയുന്നത്. അതെങ്ങനെയാ വന്നത്? അത് ഭൂമിയുടെ സൃഷ്ടിപ്പ് പൂർത്തിയായതിനു ശേഷമാണ് വന്നത്. അത് എങ്ങനെ സയൻസ് എന്താണ് അനുകൂലമാകും? സയൻസിനെതിരല്ലേ അത്? കൃത്യമായിട്ടുള്ള വൈരുദ്ധ്യമല്ലേ അത്? അതുകൊണ്ട് ഈ ഉൽപ്പത്തി 1-ാം പുസ്തകത്തിലെ 1-ാം വചനം തൊട്ട് തന്നെ എന്തുകൊണ്ട് ദൈവം നിങ്ങളെ ഈ എന്താണ് വചനം മനുഷ്യനായ ആ ഒരു കാര്യം മറച്ചു വെച്ചു? ഈസാ നബിയുടെ ജീസസിന്റെ കാലം അല്ലെങ്കിൽ യോഹന്നാന്റെ എഴുത്ത് വരുന്നത് വരെ എന്തുകൊണ്ട് ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു? അത് ഒളിച്ചു വെക്കപ്പെടേണ്ട കാര്യമായിരുന്നോ? ദൈവത്തിന് ഒരു കൂട്ടുകാരനില്ല എന്ന് അത്രയും നാളും ആൾക്കാരെ പറ്റിച്ചിട്ട് ഈ ഒരു യോഹന്നാന്റെ സമയത്ത് ഒരു കൂട്ടാളിയെ കൂട്ടുപിടിക്കേണ്ട ഗതികേടല്ലേ നിങ്ങളുടെ ഈ പുസ്തകത്തിലൂടെ കാണാൻ പറ്റുന്നത്? അതല്ലേ ഇവിടെ കാണുന്നത്? ഞാൻ ഏകനാണ്, ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്ന് പ്രസംഗിച്ച് നടന്ന ആ ഒരു മനുഷ്യന്റെ രോദനമല്ലേ അല്ലെങ്കിൽ അവസാനമല്ലേ ഇവിടെ യോഹന്നാന്റെ പുസ്തകത്തിൽ കാണുന്നത്? അപ്പൊ ഇതിനൊന്നും ഒരു മറുപടി ഇല്ലെങ്കിൽ ബ്രദറെ, നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഒരു മറുപടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വൈരുദ്ധ്യങ്ങൾ അറിയാമെങ്കിലും വചനങ്ങൾ നിങ്ങളെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ആ സത്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുകയാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ നിന്ന് മറച്ചു വെക്കുകയാണ്. ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാൻ ഈ 1-ാം പേജ് എടുത്തപ്പോൾ തന്നെ ഇത്രയും സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലോട്ടുള്ള പുസ്തകങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ വാക്യങ്ങൾ എടുത്താൽ വചനങ്ങൾ എടുത്താൽ എത്രത്തോളം എനിക്ക് ഇത് വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ പറ്റും? ഇതിനൊക്കെ മറുപടി പറയാനുണ്ടോ? ഒരു പേജിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞു. താങ്ക് യു നഹാസ് ബ്രദറെ. ലാസ്റ്റ് റിബട്ടലിന്റെ സമയമാണ്. വാരിയറിന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, മൈക്ക് എടുത്തോളൂ. എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ ചിരിയാണ് വന്നത്. ഒന്ന്
ആശാൻ ഇവിടെ സോറി, നഹാസ് ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ജോർജ് തോപ്പുകളെ പറ്റിയാണ്. ജോർജ് തോപ്പുകളെ അംഗീകരിക്കുന്ന ക്രിസ്ത്യാനി ഒന്ന് കാണിച്ചു തരണം. ക്രിസ്തീയ വിഭാഗത്തിൽ ഒന്നുമില്ലാത്തൊരു ജോർജ് തോപ്പുകളെ കുറേ നിരീശ്വരന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ദൈവം സാത്താനാണെന്നൊക്കെ പറയുന്നവരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ളവരെക്കുറിച്ച് പറ. ദൈവം സാത്താനെന്ന് പറയുന്നവരൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല സഹോദര, അത് വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ ഖുറാനിലെ 61 തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അള്ളാഹു പിശാചാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. നഹാസിനെന്നല്ല, ഏത് പണ്ഡിതന്മാർക്ക് വേണേലും വരാം. ഷിനാദ് ഇബ്രാഹിം എന്ന് പറയുന്ന നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതൻ കണ്ടം വഴി കൂടുന്ന സാധനം എൻ്റെ യൂട്യൂബിൽ കിടക്കും. ഞാൻ ഇന്നും അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഒന്ന് നോക്കി എന്ന് ഓടിച്ച് കേട്ടിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം. ഇനി അടുത്തത് താങ്കൾ മനസ്സിലാക്കണം, ഖുറാനിൽ സൃഷ്ടാവെന്ന് പറയുന്നത് ഇബ്ലീസും കൂടെയാണ്. അത് താങ്കൾക്കറിയാവോ? ഇബ്ലീസും അള്ളാഹുവും കൂടെ ചേർത്തിട്ടാണ് സൃഷ്ടി നടത്തിയത്. ഇനി താങ്കൾ ഇവിടെ കുൻഫയക്കൂനെ ഒന്നുകൂടെ വെളുപ്പിക്കാൻ നോക്കി. കുൻഫയക്കൂൻ എന്ന് പറഞ്ഞാൽ താങ്കളാണ് പറഞ്ഞത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നതുകൊണ്ട് അവിടെ ഓം ക്രീം കുട്ടിച്ചാത്തയാണോ എന്ന് ചോദിച്ചതിനാണ് ഞാൻ കുൻഫയക്കൂൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ല. അപ്പോൾ താങ്കളുടെ അള്ളാഹു ഇടുമ്പോൾ ബർമുടയും ഞങ്ങളുടെ ദൈവം സൃഷ്ടാവായ ദൈവം ഇടുമ്പോൾ എന്താണ് വള്ളിക്കളസവും. ആ പണി അങ്ങ് കയ്യിലിരിക്കട്ടെ നഹാസെ. പിന്നെ അടുത്തതായി താങ്കൾ പറയുന്നു സൃഷ്ടിക്കുന്ന സാധനത്തിൻ്റെ ഗുണനിലവാരം അറിയാത്ത ദൈവം സൃഷ്ടിച്ചതൊന്നും മോശമായി പോയിട്ടില്ലെന്നേ. ദൈവം അതിനെ സൃഷ്ടിച്ചു. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം ഉദ്ദേശിച്ച നിലയിൽ തന്നെ ഉണ്ടായി വന്നതുകൊണ്ടാണ് അവൻ അതിനെ നല്ലതെന്ന് കണ്ടത്. മനസ്സിലായോ? അല്ലാത്ത ഒരൊറ്റ സാധനം കാണിച്ചാൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇവ ശരിയായില്ല, അതുകൊണ്ട് ദൈവം പറഞ്ഞു അത് കൊള്ളില്ല. അങ്ങനെ ഒരു സാധനത്തെ നഹാസിന് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? അത് കാണിച്ചു തരാൻ കഴിയാത്തതിൻ്റെ കരച്ചിലാണ് നഹാസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹു സൃഷ്ടിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോയതും അള്ളാഹു സൃഷ്ടിച്ച പല കാര്യങ്ങൾക്കും ഡിഫക്റ്റ് ഉള്ളതുമായിട്ട് നമുക്ക് എവിടെ കാണാൻ കഴിയും? ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തത്, കാലത്തെ നിർണ്ണയിക്കുന്ന വെളിച്ചത്തെ ഉണ്ടാക്കി അത് ശാസ്ത്രീയ പ്രകാരം വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞു. മണ്ടത്തരം പറയരുത് നഹാസ്. ശാസ്ത്രം അറിയില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് പോവാ. കാലത്തെയും കാലഗതികളെയും അതുപോലെ തന്നെ ഋതുക്കളെയും തീരുമാനിക്കുന്നത് സൂര്യനാണ്. അതറിയില്ലെങ്കിൽ താങ്കൾ അത് പോയി പഠിച്ചിട്ട് വാ. ഭൂമിയുടെ ഭ്രമണമാണ്, അതുപോലെ തന്നെ ഭൂമിയുടെ ആ ഒരു സ്ലാൻഡിങ് പൊസിഷനാണ്. അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്? സൂര്യനെയും സൂര്യപ്രകാശത്തെയും ബേസ് ചെയ്തുകൊണ്ടാണ് അതിന് തീരുമാനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയമായ വൈരുദ്ധ്യം എന്തെന്ന് അറിയില്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പൊട്ടത്തരം ഒരു സഭയിൽ വിളമ്പരുത്. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കണം, ശാസ്ത്രീയമായി ഋതുക്കളെയും അതുപോലെ തന്നെ കാലത്തെയും കാലഗതികളെയും നിർണ്ണയിക്കുന്നത്, പകലും ഇരുളും നിർണ്ണയിക്കുന്നത്, പകലും രാത്രിയും നിർണ്ണയിക്കുന്നത് സൂര്യൻ തന്നെയാണ്. ആ സൂര്യനെയാണ് അവിടെ ഉണ്ടാക്കി. പിന്നെ അടുത്തത് താങ്കൾ പറയുന്നു ദൈവത്തിനൊരു കൂട്ടുകാരനെ ഉണ്ടാക്കി വെച്ചു. ദൈവത്തിനൊരു കൂട്ടുകാരനെ ഉണ്ടാക്കി വെച്ചു എന്നല്ല പറയുന്നത്, ആ ദൈവം തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ ദൈവം തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ച യഹോവയായ ദൈവം തന്നെയാണ് ഭൂമിയിലേക്ക് യേശുക്രിസ്തുവായി ഇറങ്ങി വന്നത്. അല്ലാതെ അവന് വേറെ ഒരു കൂട്ടുകാരനായിട്ടില്ല. പക്ഷേ എനിക്കൊരു മകനുണ്ടാകുന്നത് എങ്ങനെ? എനിക്കൊരു കൂട്ടുകാരി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞതാരാണ്? അള്ളാഹു ആണ്. അതാണ് രോദനം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ ഒരു ഫുൾ റൗണ്ട് കഴിഞ്ഞു. ഒരു സെഷൻ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പിന്നെ റിബട്ടൽസും രണ്ട് സൈഡിൽ നിന്നും ഓരോരോ സെഷൻസ് കഴിഞ്ഞു. സോ ഏകദേശം ആൻസറും അതിൻ്റെ റിബട്ടലും രണ്ട് സെഷനുമായിട്ട് നമുക്ക് ഒരു റൗണ്ടിൽ 45 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ എടുക്കുന്ന, അതായത് മോഡറേറ്റ് ചെയ്യാനുള്ള ടൈമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 46-47 മിനിറ്റ്സ് ഒരു റൗണ്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഇപ്പൊ പോകുന്നുണ്ടോ അതോ എന്തോ ആർ വി പ്ലാനിങ് ടു ഗോ വിത്ത് നെക്സ്റ്റ് വൺ ഓർ വാട്ട്? യെസ്, ഇനി നമ്മൾ തുടങ്ങുവാണെങ്കിൽ വി നീഡ് അനദർ 1 hour. ഓൾമോസ്റ്റ് 1 hour. ഈ ഒരു ഡിസ്കഷൻ ഓൾമോസ്റ്റ് 1 hour ആയി. 1 hour ഓൾമോസ്റ്റ് 1 hour 2 minutes ആയിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇനി നമ്മൾ അടുത്ത സെഷൻ തുടങ്ങുവാണെങ്കിൽ 1 മണിക്കൂറോടെ എടുക്കും. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഇതാണ്, വേണമെങ്കിൽ റിബട്ടൽസ് കുറച്ചോ, വേണമെങ്കിൽ റിബട്ടൽസ് 2 റിബട്ടൽസിലേക്ക് കുറയ്ക്കാലും കുഴപ്പമില്ല. ഇപ്പൊ 2 മിനിറ്റ് ആക്കാം. 3 റിബട്ടൽ ആയല്ലോ. ഇപ്പൊ 2 പേരും 3 റിബട്ടൽസ് പറഞ്ഞല്ലോ. അപ്പം അടുത്തതിൽ റിബട്ടൽസ് കുറച്ചിട്ട് വേണമെങ്കിൽ സമയം 2 minutes ആക്കിയാൽ ഇറ്റ് വുഡ് ബി ഫൈൻ, ഇറ്റ് വുഡ് ബി ബെറ്റർ. അതെ, കാരണം വെച്ചാൽ ഇത്രയും റീബട്ടൽസ് ടു മച്ചാ, അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അല്ലാതെ വേറെ രീതിയിൽ എടുക്കല്ലേ. അത് മനസ്സിലായി. ദാറ്റ്സ് നോൺ വെരി ക്ലിയർ ആണ്.
സോ നഹാസിനും കൂടെ ചിന്തിക്കാം. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സോ ഓൾമോസ്റ്റ് 1 hour ആവശ്യമുണ്ട് ഇതേപോലെ പോകണമെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ട് ഷോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു 5 മിനിറ്റ് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളതും കൂടെ അവസാനിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം, ഇഫ് ഇറ്റ്സ് ടു ലേറ്റ്. ബ്രദറെ, ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഞാൻ എൻ്റെ മൊബൈലിന്റെ ഇത് പെട്ടെന്ന് ആക്സിഡന്റലി വന്ന് പെട്ടതാണ്. അതുകൊണ്ട് മൊബൈലിൽ ചാർജ് തീരാറായി. ഇനിയിപ്പോ നമുക്കൊരു കൺക്ലൂഡ് നടത്തിയിട്ട് വാര്യർ ബ്രദറിനോ മറ്റ് നാസറിനോ എക്യു ബ്രദറിനോ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച പോയിട്ട് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഒരു സമയം ഫിക്സ് ചെയ്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഒരു നമുക്കങ്ങ് സംവാദം നാളെ ഓക്കെ സംവാദമായിട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ നഹാസിന്? നമുക്കിത് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം നഹാസ് ബ്രോ. അതെ, ഒരു പണി ചെയ്യേ രണ്ടുപേരും ഓരോരോ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് വെച്ചോളൂ. ഐ തിങ്ക് 3 മിനിറ്റ് എന്നുള്ള സ്ഥാനത്ത് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് 5 മിനിറ്റ്സ് എടുത്തോളൂ. നഹാസും 5 മിനിറ്റ്സ്, വാര്യറും 5 മിനിറ്റ്സ്. ആദ്യം ആർക്ക് വേണം? ഞാനല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അപ്പം നഹാസ് തന്നെ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒരു സംവാദത്തിന്റെ രീതി. ഓക്കെ, അപ്പോ ഇപ്പൊ ആരാ എടുക്കാൻ പോകുന്നേ? നഹാസാണോ? വാര്യർ ബ്രദർ പറഞ്ഞു നിർത്തട്ടെ, കുഴപ്പമില്ല. വാര്യർ ബ്രദർ പറഞ്ഞു നിർത്തട്ടെ, ഞാൻ അതിനുശേഷം ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അല്ല, വാര്യർ ബ്രദർ തുടങ്ങി വെച്ചത് നാസ് ബ്രദറെ. ചർച്ചയുടെ ഒരു രീതി ഉണ്ടല്ലോ, സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇല്ല, ഒരു അവകാശവാദവും വെക്കുന്നില്ല. താങ്കൾ അത് കുഴപ്പമില്ല, നാസ് ബ്രദർ തുടങ്ങിക്കോ. ഇല്ല ബ്രദറെ, ഞാനത് വിട്ടു തന്നിരിക്കുന്നു. നഹാസെ, ഒരു ചർച്ചയുടെ വിട്ടുതരലൊന്നും വേണ്ട. സോ വി ഡോണ്ട് നീഡ് എനി ഔദാര്യം. ഐ വിൽ മാനേജ് ഇറ്റ്. നഹാസ് ബ്രദറെ, ചോദ്യം സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും വാര്യർ അല്ലേ, അവസാനിപ്പിക്കുന്നത് താങ്കൾ അവസാനിപ്പിച്ചോളൂ. അങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ, ഒരു ഓർഡർ അനുസരിച്ച് തന്നെ അങ്ങ് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ ബ്രദറെ, ഇനിയിപ്പോ എന്താ ഒരു കൺക്ലൂഡില് സംസാരത്തില് വാര്യർ ബ്രദർ ഇനി എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പറഞ്ഞ ആരോപണങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ഇപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യുവാണേ. ഓക്കെ, തുടങ്ങിക്കോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, താങ്ക്സ് എക്യുപേ. 5 minutes. ഓക്കെ, താങ്ക് യു എക്യു ബ്രദർ. താങ്ക്സ്. ഓക്കെ, നല്ല രീതിയിൽ സംസാരിച്ചു. ഇനിയിപ്പോ ഒരു കൺക്ലൂഡില് സംസാരത്തില് 5 മിനിറ്റിൽ വാര്യർ ബ്രദറിന് എന്തൊക്കെ ആരോപണങ്ങൾ വെക്കുന്നെന്ന് അറിയത്തില്ല. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതിനും കൂടെ മറുപടി പറഞ്ഞ് നിർത്താമെന്ന് ഉള്ള, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് അദ്ദേഹം സംസാരിക്കണമെങ്കിൽ അതിനൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൂടെ മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ആക്സിഡന്റലി വന്ന് പെട്ടതാണ്. എക്യു ബ്രദർ ഇരുന്ന റൂമായതുകൊണ്ട് വന്ന് കയറി ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങള് എക്യു ബ്രദർ ഉള്ളത് കൊണ്ട് മാത്രമാണ് വന്ന് കയറി ഒരു 2 മിനിറ്റ് സംസാരിച്ച് പോകാന്ന് പറഞ്ഞ് വന്നതാണ്. ഒരു പുറത്തോട്ടുള്ള ഒരു കറക്കം മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ പെട്ടുപോയതാണ്. സംസാരിച്ചങ്ങ് ഇരുന്ന് പോയതാണ്. നമ്മളെ സമയം കഴിഞ്ഞു. ആകെയുള്ള ഒരു വെള്ളിയാഴ്ച അവധി ദിവസം ഇങ്ങനെ തീർന്നു. അതുകൊണ്ടാണ് ഇനി ഒരു കൃത്യമായിട്ടൊരു സമയവും ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്കത് സംവാദം മോഡലിലോ അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയായിട്ടോ ഒക്കെ തുടരാം. കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളായിരുന്നു. നിങ്ങൾ വെച്ച സമയം, നിങ്ങൾ വെച്ച സംവിധാനങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് എനിക്കും കൂടെ ബാധകമാകുന്ന രീതിയിൽ വിഷയങ്ങളും സമയമൊക്കെ ആക്കിയിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതിന് വാര്യർ ബ്രദർക്കും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പരാതിയായിരുന്നു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി വാര്യർ ബ്രദറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ചോദിച്ചതൊക്കെ മറ്റെങ്ങനെയൊക്കെയോ അഡ്രസ്സ് ചെയ്തു എന്ന് വരുത്തി തീർത്ത് പോവുകയായിരുന്നു വാര്യർ ബ്രദർ. ഇപ്പോ ഉദാഹരണത്തിന് 8-ാം വചനത്തിലും എന്താ സന്ധ്യയായി അതായത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൽ തന്നെ പറയുന്നുണ്ട് സന്ധ്യയായ കാര്യം, ഉഷസ്സായ കാര്യം. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാലത്തെ ഗണിക്കുന്നത് സൂര്യനാണ്, ഈ സൂര്യന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. എന്നിട്ട് സൂര്യനെ എപ്പോഴാണ് ഉണ്ടാക്കിയത്? 14-ാം വചനത്തിൽ. അതിനു മുമ്പ് 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെ സന്ധ്യയും ഉഷസ്സും ഒക്കെ ആയത് എങ്ങനെയാണ്? ഏത് വഴിക്കാണ്? അവിടെ ഈ ദിവസത്തെ കണക്കൂട്ടിയത് ഏത് വഴിക്കാണ്? ഈ 4-ാം ദിവസം സൂര്യനെ ഉണ്ടാക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതാണ് ഞാനിവിടെ ചോദ്യമായിട്ട് എടുത്തത്. അദ്ദേഹം എന്നെ തിരിച്ചു പഠിപ്പിക്കുക, സൂര്യന് കാലം ഗണിക്കാനുള്ളതാണെന്ന് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുക.
ഞാൻ അത് തന്നെയാണ് അങ്ങോട്ട് ചോദിച്ചത്. ഈ 4-ാം ദിവസം ഉണ്ടാക്കിയ സൂര്യനിലൂടെ എങ്ങനെയാണ് യഹോവ സന്ധ്യയെയും ഉഷസ്സിനെയും ഒക്കെ നിർണയിച്ചത്? സൂര്യനില്ലല്ലോ, പിന്നെ എങ്ങനെ സന്ധ്യയും ഉഷസ്സും നിർണയിച്ചു? അത് മാത്രമല്ല, കാലത്തെ ഗണിക്കാനുള്ള അത് ഭൂമിക്ക് ശേഷമാണ് സൂര്യനെ സൃഷ്ടിച്ചതായിട്ട് ഇവിടെ പറയുന്നത്. അത് സയൻസിനെതിരാണ്. പിന്നെ GT പറ്റിയിട്ട് പറഞ്ഞത്, GT എന്താണ് പറയുന്നത്? GT യേശുവിനെ പിന്തുടരുന്ന ആളാണ്. യേശുവിനെ പിന്തുടരുന്ന ഒരുപാട് പേരുണ്ട്. പഴയ നിയമത്തെ യഹോവയെ തള്ളിപ്പറയുന്ന, പഴയ നിയമത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന്. എന്തിന്? പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം മാത്രം എടുത്ത്, അല്ലെങ്കിൽ ഓരോരോ സുവിശേഷങ്ങളും മാത്രം എടുത്ത് അതിൽ മാത്രം വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവരെ നിങ്ങൾ കാണില്ലായിരിക്കും ക്രിസ്ത്യാനികളെന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിന്റെ അനുയായികളാണ്. അപ്പോൾ എനിക്ക് അവരെ ക്രിസ്ത്യാനികളായിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള കാര്യം നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് നിങ്ങൾ തീർക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്തുവിനെ എന്താണ് പിന്തുണയ്ക്കുന്നതാണ്, അനുഗമിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു ബൈബിൾ പുസ്തകമെങ്കിലും അംഗീകരിക്കുന്നതാണ്. അവർ മറ്റതൊക്കെ തള്ളിക്കളയുന്നതിന് കാരണം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഈ ചേർത്ത് വെക്കുന്ന സകലതും ഒരു വ്യക്തിയോ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വചനമെങ്കിലും തള്ളിക്കളഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഈവൻ നിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ പോലും പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. അല്ലാണ്ട് പുറത്ത് ഈ മതത്തിൽ വിശ്വസിക്കാത്ത, ഈ പുസ്തകത്തിൽ വിശ്വസിക്കാത്ത എന്നെ പോലെയുള്ള ഒരാളല്ല അതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ ഈ കൂട്ടത്തെ നേരെയാക്കിയിട്ട് നിങ്ങളുടെ കീഴിലാക്കി, ഒരൊറ്റ വിശ്വാസത്തിലാക്കി, ഒരൊറ്റ പുസ്തകത്തിന്റെ ആൾക്കാരാക്കിയിട്ട്, എല്ലാം അംഗീകരിക്കുന്ന മനുഷ്യരാക്കിയിട്ട് കൊണ്ടുപോവാ. അതിനുശേഷം പറ, ഞങ്ങളിൽ ആരാണ് ഇതിനൊക്കെ എതിരായി പറയുന്നത്? ഇത് പകൽ വെളിച്ചം പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന കൂട്ടരിൽ തന്നെ ഇത്രയേറെ വൈരുദ്ധ്യങ്ങൾ, ഇത്രയേറെ വിചിത്ര വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന വിശ്വാസികൾ വേറെ ഏതെങ്കിലും മതത്തിൽ കാണാൻ പറ്റുമോ? ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ്. അതിന് ഞാൻ ഉത്തരം പറയണം, ഞാനാണ് കാരണക്കാരനെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ കണ്ടത് പറയുന്നു എന്നേ ഉള്ളൂ. ഇവരെ നമുക്ക് യേശുവിനെ അനുഗമിക്കുന്ന ഇവരെയൊക്കെ നമുക്ക് ക്രിസ്ത്യാനിയല്ലെന്ന് പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞാൽ തന്നെ അവർ അംഗീകരിക്കും? ഇല്ല. അപ്പോ ഇതൊന്നും എന്റെ കുഴപ്പമല്ല. വാര്യറെ, നിങ്ങളാണ് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയേണ്ടത്. അവർക്ക് യോഗ്യമല്ലാത്ത, അവർക്ക് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഫിനിഷ് ചെയ്തോ? ഓക്കെ, താങ്ക്സ് ബ്രോ. അപ്പോ എന്തായാലും വന്നു എനിക്ക് പറയാൻ ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനിയും ഒരു ദിവസം കൂടാനുള്ള പദ്ധതികൾ ഒരുക്കാം. എന്തായാലും സംസാരിക്കാനും കേട്ടിരുന്നവർക്കും നന്ദിയുണ്ട്. ഓക്കെ, താങ്ക്സ്. ഇത് കഴിഞ്ഞ് പോവല്ലേ, ഇടയ്ക്ക് പോവല്ലേ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണുള്ള ചർച്ച എന്നുള്ളതും സംവാദം എന്നുള്ളതും നമുക്ക് തീരുമാനിച്ചിട്ട് പോവാമേ. ഓക്കെ, വാര്യർ ബ്രദറിന്റെ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വാര്യർ മൈക്ക് എടുത്തോളൂ. താങ്ക് യു ബ്രദറെ. നഹാസ്, ഈ പല ഇസ്ലാമിക സംവാദകർ പോലും അല്ലെങ്കിൽ പണ്ഡിതന്മാർ പോലും ഒരു സംവാദത്തിന് തയ്യാറാവാത്തപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുതിർന്നത്, അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം താഴെ ഇരിക്കുന്ന കേൾവിക്കാരിൽ കുറച്ചു പേർക്കെങ്കിലും കൃത്യമായ നിലയിൽ അള്ളാഹു സൃഷ്ടാവല്ല, ഈ സൃഷ്ടിയുടെ വിവരണം കൃത്യമായ നിലയിൽ ഖുറാനിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയും നഹാസ് പറഞ്ഞതുപോലെ സൃഷ്ടിയുടെ വിവരണം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ആദ്യം തന്നെ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അനേകർക്കും കൃത്യമായ നിലയിൽ അതിൻ്റെ ബോധ്യം വന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. 2, ഇവിടെ നഹാസ് പറഞ്ഞു വാര്യർക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. വാര്യർ പറഞ്ഞതെല്ലാം തെളിവുകൾ അക്കമിട്ട് നിരത്തിയാണ് പറഞ്ഞതല്ല. നഹാസ് പറഞ്ഞതുപോലെ വെറുതെ ആകാശത്തേക്ക് വെടിവെച്ചല്ല പറഞ്ഞത്. പിന്നെ നഹാസ് പറഞ്ഞു എങ്ങനെയൊക്കെയോ വാര്യർ അഡ്രസ്സ് ചെയ്തു. എൻ്റെ നഹാസ് എൻ്റെ ചോദ്യങ്ങളെ അഡ്രസ്സ് പോലും ചെയ്തിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കണം. അടുത്തതായി നഹാസ് മുന്നോട്ട് പിന്നെയും വെച്ച വാദം സൂര്യനെ ഉണ്ടാക്കിയത് 4-ാം ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഗതികളും രാവും പകലും ഒക്കെ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഞാനതിന് കൃത്യമായ നിലയിൽ മറുപടി നൽകിയിരുന്നു. 3-ാം വാക്യത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഈ പറയുന്ന ഗാലക്സികൾക്ക് പുറത്ത്, ഈ പറയുന്ന ഗാലക്സിയിൽ കൃത്യമായ നിലയിൽ കാണാൻ കഴിയും സൂര്യൻ മാത്രമല്ല പ്രകാശത്തിൻ്റെ സ്രോതസ്സ് എന്ന്. അതുകൊണ്ട് ശാസ്ത്രം അറിയത്തില്ലെങ്കിൽ അത് പഠിക്കണം. ഖുറാനും ശാസ്ത്രവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഒരു പ്രസൻറ്റേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം, സൂര്യന് പുറമേയും വെളിച്ച സ്രോതസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം ആദ്യം വെളിച്ചത്തെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട്
മുന്നോട്ട് വെക്കാൻ. അടുത്തത് നഹാസ് GTയുടെ പുറകെ പോവാണ്, ജോർജ് തോപ്പുള്ളയുടെ പുറകെ പോവുകയാണ്. ഈ ദുരുപദേശകന്മാരുടെ പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നഹാസ് പറയുന്നു ആദ്യം ഇവരെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് വന്നാലേ, നഹാസ് ഈ പറയുന്ന ദുരുപദേശം പറയുന്നവനെ, ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്തവനെ നഹാസ് ക്രിസ്ത്യാനിയായിട്ടാണ് കാണുന്നതെന്ന് പറയുകയാണെങ്കിൽ നഹാസെ ഞാൻ പറയും, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ഞാൻ മുസ്ലിമായിട്ടാണ് കാണുന്നത്. കാരണം അവൻ കാബയെ അംഗീകരിക്കുന്നുണ്ട്, ഹജറുൽ അസ്വദിനെ അംഗീകരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്, നിസ്കാരം അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അപ്പം ഞാൻ വിശ്വസിക്കാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മുസ്ലിമാണ്. കാരണം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അടിമ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഷറഫുദ്ദീൻ VNR എവിടെയുണ്ട്? നിങ്ങളുടെ റൂമുകളിലുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും ആ റൂമുകളിൽ കീഴെ പോയി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിസാരം പിടിച്ച് 20 വർഷം കഷ്ടപ്പെട്ടിട്ട് അതിസാരം പിടിച്ചിട്ട് തൂറിച്ചത്ത മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുന്നുണ്ട് താൻ അള്ളാഹു ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിസാരം പിടിച്ച് തൂറിച്ചത്ത ഒരു അള്ളാഹു ആണ് നിങ്ങളുടെ ദൈവം എന്നുള്ളത് നഹാസ് വിശ്വസിച്ചേ പറ്റൂ, നഹാസ് ഇപ്പോൾ പറഞ്ഞ സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിസാരം പിടിച്ച് തൂറിച്ചത്ത മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അടിമയായിട്ടുള്ള നഹാസ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ നഹാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആട് തിന്ന ആയത്ത് വിശ്വസിക്കാത്ത ഇസ്ലാമിക ഷിയാക്കളുണ്ട് കേട്ടോ. ഇനിയും നഹാസ് പറയുന്നു ആദ്യം പോയിട്ട് ഈ ദുരുപദേശകന്മാരെ എല്ലാം റെഡിയാക്കിയിട്ട് വന്ന് നഹാസിനോട് പറ ഇവരെല്ലാം ഒന്നാക്കിയിട്ടുണ്ട്, ഇതാണ് സംഭവം എന്ന് പറയാനാണെങ്കിൽ നഹാസ് ആദ്യം പറയണം മുസ്ലിം ആരാണെന്ന് പറയണം. ഷിയയാണോ, സുന്നിയാണോ, സലഫിയാണോ, മുജാഹിദാണോ, സൂഫിയാണോ, മറ്റവനാണോ, ഖാദിയാനിയാണോ എന്നൊക്കെ ഉള്ളത് ആദ്യം ആര് പറയണം? നഹാസ് ഇവിടെ ഒന്ന് പറയണം. എന്നിട്ട് ഷിയ സുന്നി തമ്മിലുള്ള ബോംബാക്രമണം ഉണ്ടല്ലോ അതാദ്യം അവസാനിപ്പിക്കണം. എവിടെ? അങ്ങ് സൗദി അറേബ്യയിൽ നിങ്ങളുടെ കസ്റ്റോഡിയൻ ഓഫ് ദി 2 ഹോളി മോസ്കുകളുള്ള ആ മക്കയുടെയും മദീനയുടെയും കാവൽക്കാരനുള്ള ആ ദേശത്ത് ഈ പറയുന്ന സുന്നി ഷിയ അടി എവിടെ ഒതുക്കണം? ആദ്യം നഹാസും ടീമും ഒതുക്കണം. പിന്നെ ഹൂതികളും സൗദിയുമായിട്ടുള്ള മക്കയെ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് കാബ അവിടെ അല്ല ഇവിടെയാണെന്ന് പറയുന്ന പരിപാടി അതും അവസാനിപ്പിക്കാനായിട്ടുള്ള എന്ത് ചെയ്യണം? തീരുമാനം നഹാസും ടീമും ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളും കൊണ്ട് മുന്നോട്ട് വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, കേൾവിക്കാരോടും പറയാനുള്ളൊരു കാര്യം, കൃത്യമായ ഒരു വിവരണം സൃഷ്ടിയെക്കുറിച്ച് എവിടെയില്ല, ഖുറാനിലില്ല. 10 പറയുന്നുണ്ടെങ്കിൽ 10 15 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വ്യക്തമായ നിലയിൽ വിശദീകരണം നൽകിക്കൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് ആരംഭിക്കുകയും അതുപോലെ തന്നെ ഈ സൃഷ്ടികൾ എങ്ങനെ അവസാനിക്കുമെന്ന് പറയുകയും അതിനുശേഷം മനുഷ്യൻ എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സൃഷ്ടി എങ്ങനെ നശിക്കുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് അതിനുശേഷമുള്ള ഒരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ് പൂർണ്ണതയുടെ ഗ്രന്ഥമെന്ന് പറയുന്നത്. ഇതുപോലെ പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥം മറ്റൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞ സഹോദരന്മാരെ, ഞാൻ ഇത് വിട്ടിട്ട് അങ്ങോട്ട് വരാം. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മനുഷ്യന് വേണ്ടി സകലവും നിർമ്മിച്ച ശേഷം മനുഷ്യനെ ഉണ്ടാക്കി അവന് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ദൈവത്തെയും അവനെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവത്തെയും മനുഷ്യൻ്റെ ആയുസ്സിനു ശേഷം അവനുള്ള ന്യായവിധി എങ്ങനെയായിരിക്കും, അവൻ്റെ മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവസാനിക്കുന്ന പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥം. ഇതാ ആ പറയുന്ന അതായ പുതിയ യെരൂശലേമും സിയോനും ഒരു അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നതും മനുഷ്യനായി കാഴ്ചവെക്കപ്പെട്ടിട്ടുള്ള ഒരു നല്ല വിരുത് ഒരു ഓട്ടക്കളത്തിൽ ഓടിത്തിരിക്കേണ്ടത് കൃത്യമായ നിലയിൽ വരച്ചു കാണിച്ചിട്ടാണ് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ പൂർണ്ണതയുടെ ഗ്രന്ഥം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നഹാസിനെ പോലെയുള്ളവരാണെങ്കിലും താഴെ ഇരിക്കുന്ന കേൾക്കുന്ന സഹോദരന്മാരാണെങ്കിലും മനസ്സിലാക്കണം, ഏക സൃഷ്ടാവേ ഉള്ളൂ, അത് സാക്ഷാൽ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാണിക്കുന്ന സാക്ഷാൽ ദൈവമാണ്. താങ്ക് യു. ഓക്കെ, ഒരു കമന്റ് പറഞ്ഞോട്ടെ ബ്രോ. അല്ലല്ല ഇനി അതിൽ കമന്റ് വന്നാൽ തിരിച്ച് കമന്റ് വരും. അല്ല, നമ്മുടെ സംവാദം കഴിഞ്ഞു. ഞാൻ ഈ റൂമിൽ വന്നതിന് വേണ്ടിയിട്ട് ഒരു കമന്റ് പറഞ്ഞോട്ടെ. കേൾക്കൂ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ജസ്റ്റ് ഒരു നന്ദി വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഡിബേറ്റിനെ കുറിച്ച് ഇനി കമന്റുകളോ ഇതിന്റെ വേറെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് വേണ്ട ബ്രദറെ. അത് വാര്യർ ബ്രദറിനും ഞാൻ സമയം കൊടുക്കുന്നില്ല, നഹാസ് ബ്രദറിനും സമയം തരുന്നില്ല. ഞാനൊരു നിങ്ങളുടെ കൂടെ ഇത്ര നേരം ഇരുന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ നന്ദി വാക്ക് മാത്രം ഞാൻ ജസ്റ്റ് പറയുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ, നമുക്ക് തുടർന്നുകൊണ്ട് സോ മോർ പ്രിപ്പറേഷനോടുകൂടെ നമുക്ക് വരാം. എനിവേ, ഇപ്പോ നഹാസ് ബ്രദറെ, താങ്കള് ആക്സിഡന്റലി ഈ റൂമിൽ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും താങ്കൾ ഇത്രയും സമയം ചെലവഴിച്ചു. അതിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വാര്യറും, ഇത് റാൻഡം ആയിട്ടാണ് ഇത് സംഭവിച്ചത്. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ ഓഡിയൻസും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും, പാനലിൽ ഇരുന്നവരും താഴെ ഇരുന്നവരും എല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ചു.
സോ നഹാസ് ബ്രദറെ ഹൃദയം നിറഞ്ഞ നന്ദി, വാര്യർ ബ്രദറിനും അതുപോലെ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി, പാനലിലുള്ളവർക്കും നമ്മുടെ ഓഡിയൻസിനും എല്ലാവർക്കും, ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കും തന്നെ നന്ദി. ഇനി വാര്യർ ബ്രദർ മൈക്കെടുത്താലും നഹാസ് ബ്രദർ മൈക്കെടുത്താലും നിങ്ങൾ രണ്ടുപേരും ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വേണ്ട. മറിച്ച് കേട്ടിരിക്കുന്ന ജനങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്യട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ആർക്കും എന്ത് വേണം പറയാം. ഞാൻ അതെ, ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലേ, ആർക്കെങ്കിലും കേട്ടവർ, ഇത്രയും കേട്ടവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നാസ് ഭായി തീർന്നു പരിപാടി തീർന്നു. നാസ് ഭായി അതൊക്കെ വിട്ടേരെ, ഇനിയും തീർന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക നാസിർ ബ്രദർ. എന്നിട്ട് ഇനി രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ വാര്യറും നഹാസും തമ്മിലുള്ള ചർച്ച ഇനി മുമ്പോട്ടില്ല. ഇനി നിങ്ങൾ മുമ്പോട്ടുള്ള ചർച്ചകൾക്കുള്ള പോസിബിലിറ്റി എന്താണെന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ പാനലിൽ ഇത്രയും നേരം ഇരുന്ന മറ്റുള്ളവരുണ്ട്, അവർക്ക് അഭിപ്രായം ഓഡിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ അവസരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുവാണ് കേട്ടോ. ഒരു സെക്കൻഡ്, എനിക്ക് ഒരു കാര്യം ഒന്ന് പറയാം.